നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അവാർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമ്മളെ കലാ, സാഹിത്യം, സംസ്കാരം, സാഹിത്യം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണുള്ളത്. അതിൽ 4 കാര്യമാണ് പഠിക്കാനുള്ളത്. അതായത് കലയെക്കുറിച്ച് പഠിക്കാനുണ്ട്, സാഹിത്യമുണ്ട്, സംസ്കാരമുണ്ട്, കായികമുണ്ട്. നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അതായത് സാഹിത്യവുമായി ബന്ധപ്പെട്ട അവാർഡുകളെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ്, കഴിഞ്ഞ ക്ലാസ്സിൽ വള്ളംകളി മാത്രമല്ലേ പറഞ്ഞോളൂ, ഏതെങ്കിലും അവാർഡ് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിലുള്ളവർ ഏതെങ്കിലും അവാർഡ് പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അവാർഡ് പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവാർഡാണ് വള്ളത്തോൾ പുരസ്കാരം അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡ്. അവാർഡിൻ്റെ പേരെന്താണ്? അത് വള്ളത്തോൾ അവാർഡ് എന്നാണ്. ഓക്കെ, അവാർഡിൻ്റെ പേരെന്താണ്? അത് വള്ളത്തോൾ അവാർഡ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്ന അവാർഡിൻ്റെ പേരാണ് വള്ളത്തോൾ പുരസ്കാരം അല്ലെങ്കിൽ വള്ളത്തോൾ അവാർഡ്. അപ്പം വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ വർഷം 1991. വർഷം ഏതാണ്? 1991 എന്ത് ചെയ്യുന്നത്? വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അവാർഡിൻ്റെ പേരാണ് പറഞ്ഞത്. ആദ്യം പഠിച്ച അവാർഡിൻ്റെ പേരെന്താണ്? വള്ളത്തോൾ അവാർഡ്. വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് 1991. 1991 ഏർപ്പെടുത്തുന്നത്. വള്ളത്തോൾ അവാർഡ് എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റാണ് പറയുന്നത്. മലയാള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? വള്ളത്തോൾ അവാർഡ് എന്ന് പറയുന്നത്. 2 പോയിന്റാണ് പറഞ്ഞത്. വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് 1991. വള്ളത്തോൾ അവാർഡ് എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ അവാർഡ് നൽകുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായി വള്ളത്തോൾ അവാർഡ് നേടിയ വ്യക്തി. അതായത് 1991 വള്ളത്തോൾ അവാർഡ് നൽകുമ്പോൾ ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? 1991 വള്ളത്തോൾ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേരാണ് പാലാ നാരായണൻ നായർ. വ്യക്തിയുടെ പേരെന്താണ്? പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായർ. ഓക്കെ, കാര്യം ക്ലിയർ ആണല്ലോ? നിങ്ങൾ ടൈപ്പും കൂടെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ബോറടിച്ച് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പോയിന്റാണ് പറഞ്ഞത്. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 1991 വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയത്. വള്ളത്തോൾ പുരസ്കാരം എന്തിനാണ് നൽകുന്നത്? അത് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ്. അതായത് ഏതെങ്കിലും ഒരു കൃതി എടുത്തല്ല വള്ളത്തോൾ പുരസ്കാരം കൊടുക്കുന്നത്. സാഹിത്യ രംഗത്ത് അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന് ഓരോ വ്യക്തികളും നൽകിയ സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത്? വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ്, വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇത് പാലാ നാരായണൻ നായരാണ്. ആരാണ്? പാലാ നാരായണൻ നായരാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി. രണ്ടാമതായി വള്ളത്തോൾ പുരസ്കാരം, അതായത് തൊട്ടടുത്ത വർഷം 1992 വള്ളത്തോൾ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പേരുടെ പേര് പഠിച്ചു. പാലാ നാരായണൻ നായരും പഠിച്ചു, ശൂരനാട് കുഞ്ഞൻപിള്ളയും പഠിച്ചു. പാലാ നാരായണൻ നായർ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാലാ നാരായണൻ നായർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇത് പാലാ നാരായണൻ നായരാണ്. വർഷം 1991. എന്നാൽ രണ്ടാമത്തെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. അതാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഓക്കെ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യമാണ് ആദ്യത്തെ വനിത. അതായത് വള്ളത്തോൾ അവാർഡിൽ നേടുന്ന ആദ്യത്തെ വനിത, വള്ളത്തോൾ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ബാലാമണി അമ്മ. വള്ളത്തോൾ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ബാലാമണി അമ്മ എന്ന് പറയുന്നത് ആരാണ്? ബാലാമണി അമ്മ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പേരുടെ പേരാണ് പഠിച്ചത്. ഒന്നാമത്തത് പാലാ നാരായണൻ നായർ, രണ്ടാമത്തത് ശൂരനാട് കുഞ്ഞൻപിള്ള, മൂന്നാമത്തത് ബാലാമണി അമ്മ. 1991 ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇത് പാലാ നാരായണൻ നായരാണ്. രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലാമണി അമ്മയാണ്. അതാരാണ്? ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ 5 പോയിന്റേ പറഞ്ഞോളൂ. വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1991. വള്ളത്തോൾ പുരസ്കാരം എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലാ നാരായണൻ നായരാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ബാലാമണി അമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? 5 പോയിന്റ് ഓക്കെ ആണല്ലോ? സെറ്റാണല്ലേ? 5 പോയിന്റ് ഓക്കെ ആണല്ലോ?
ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വള്ളത്തോൾ പുരസ്കാരം അവസാനം നൽകിയ വർഷം ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനം നൽകിയ വർഷം ഏതാണ്? നിങ്ങൾ കറണ്ട് അഫെയർ ഒക്കെ പഠിക്കുന്നവരല്ലേ? വള്ളത്തോൾ പുരസ്കാരം അവസാനം നൽകിയ വർഷം ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനം നൽകിയ വർഷം. വള്ളത്തോൾ പുരസ്കാരം കമൻറ്റ് വരട്ടെ. വള്ളത്തോൾ പുരസ്കാരം അവസാനമായി നൽകിയ വർഷം ഏതാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനമായി നൽകിയ വർഷം 2022. വേറെ അത് 2019. അത് എന്നാണ്? 2019. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്. വള്ളത്തോൾ പുരസ്കാരത്തിന് ആദ്യ 3 ജേതാക്കൾ, അല്ലെങ്കിൽ ആദ്യത്തെ 2 പേരും ആദ്യ വനിതയും പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ്. ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? അത് 1991. 1 അവസാനിക്കുന്നത് കൊണ്ട് ഒരു 6 പ്രാവശ്യം 1 എഴുതുക. എത്ര പ്രാവശ്യമാണ്? 6 പ്രാവശ്യം 1 എഴുതുന്നു. ഓക്കെ, എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം 1 എഴുതുന്നു. ഓക്കെ, ഇപ്പം എത്ര രൂപയായി? 6 പ്രാവശ്യം 1 എഴുതുമ്പോൾ ആ സമ്മാന തുക നമ്മൾ എന്തെന്ന് പറയാം? 1,11,111. 1,11,111 രൂപയാണ് സമ്മാന തുക. ഓക്കെ ആണല്ല? 91 ഏർപ്പെടുത്തുന്നു. സമ്മാന തുക എത്ര? ആ 1 വെച്ചങ്ങ് കണക്ട് ചെയ്യുക. എത്ര പ്രാവശ്യം 1 എഴുതണം? 6 പ്രാവശ്യം 1 എഴുതണം. അതായത് 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? അത് 1,11,111 രൂപയാണ്. 1,11,111 രൂപയാണ്. ഓക്കെ, ക്ലിയർ ആണല്ല? ഓക്കെ ആണല്ല? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അവസാനമായി ഏർപ്പെടുത്തിയത് 2019. അവസാനമായി വള്ളത്തോൾ പുരസ്കാരം നൽകിയ വർഷം ചോദിച്ചാൽ അത് 2019. അവസാനം നൽകിയ വർഷം ഏതാണ്? അത് 2019 വള്ളത്തോൾ പുരസ്കാരം അവസാനമായി നൽകുന്നത്. വള്ളത്തോൾ പുരസ്കാരം അവസാനം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പോൾ സക്കറിയയാണ്. 2019 ലഭിച്ചത് ആർക്കാണ്? അത് പോൾ സക്കറിയയ്ക്കാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പോൾ സക്കറിയയ്ക്കാണ്. ഓക്കെ, 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പോൾ സക്കറിയയ്ക്കാണ്. ഓക്കെ, 2019 പോൾ സക്കറിയ. 2018 കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് എം മുകുന്ദനാണ്. അത് ആർക്കാണ്? അത് എം മുകുന്ദനാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയയ്ക്കാണ്. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് എം മുകുന്ദനാണ്. 2017 ലഭിച്ചതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചരാ. അത് പ്രഫാ വർമ്മയ്ക്കാണ്. അതാർക്കാണ്? പ്രഫാ വർമ്മയ്ക്കാണ്. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് വള്ളത്തോൾ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലാക്കി 1991 ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയാണ്? 1,11,111. അതായത് 6 പ്രാവശ്യം 1 എഴുതണം. 6 1 ചേരുന്നതാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പാലാ നാരായണൻ നായരാണ്. അതാരാണ്? അത് പാലാ നാരായണൻ നായരാണ്. നെക്സ്റ്റ് രണ്ടാമതായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. അതാരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. നെക്സ്റ്റ് പറഞ്ഞത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലാമണി അമ്മയാണ്. അതാരാണ്? അത് ബാലാമണി അമ്മയാണ്. അവസാനമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകിയത് 2019 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് പോൾ സക്കറിയ. 2018 എം മുകുന്ദൻ. 2017 പ്രഫാ വർമ്മ. ഇത്രയും കാര്യമാണ് നമുക്ക് വള്ളത്തോൾ അവാർഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ വള്ളത്തോൾ പുരസ്കാരം? ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പുരസ്കാരവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? ഓക്കെ, വേറെ ആൾക്കാർ വിജി പ്രദീപ് മാത്രമേ പറഞ്ഞോളൂ. 93. വേറെ ആൾക്കാർ വേറെ ഏതെങ്കിലും വർഷങ്ങളോ നിങ്ങൾ ഗസ് ചെയ്തോ? തെറ്റിപ്പോണെങ്കിൽ കുഴപ്പമില്ല. 92. വേറെ
വേറെ ആരും ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ തന്നെ പറയാം. വിജി പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1993. ഏതാണ് വർഷം? 1993 എന്ത് ചെയ്യുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അതായത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം, അതായത് സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. അതായത് സമഗ്ര സംഭാവന കണക്കിലാക്കി നൽകുന്ന കേരളത്തിലെ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 1993. എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? അത് 1993. ഓക്കെ, 1993. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. എഴുത്തച്ഛൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? അത് 5 ലക്ഷം രൂപയാണ്. അത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണെന്നാണ് പറയാൻ പോകുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി ഇവിടെ നമ്മൾ പറഞ്ഞ പേര് തന്നെയാണ്. അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്നു. അത് ശൂരനാട് കുഞ്ഞൻ പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വ്യക്തി ആരാണ്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച ആർക്കാണ്? അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഓക്കെ ആണല്ല? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമത് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമതായിട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പേരാണ്. അത് തകഴി ശിവശങ്കരപ്പിള്ള. അതാരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. 2 പോയിന്റാണ് പറഞ്ഞത്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. സമ്മാനത്തുക 5 ലക്ഷം. എന്തിനാണ് നൽകുന്നതെന്ന് ചോദിച്ചാൽ ഒരു കൃതിക്കാണോ നൽകുന്നത്? അല്ല, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം 93 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. എന്നാൽ എഴുത്തച്ഛൻ അവാർഡ് നേടിയ രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അതാരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ഈ 2 പോയിന്റും ഓക്കെയാണല്ലോ? ഈ 2 പോയിന്റും ഓക്കെയാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നു ആദ്യത്തെ വനിത ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത. എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇവിടെ പഠിച്ച അതേ ആൻസർ തന്നെയാണ്. അതും ബാലാമണി അമ്മയാണ്. ഓക്കെ, അതും ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് പുതുതായിട്ട് പറഞ്ഞ പോയിന്റ് എന്താണ്? എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ബാലാമണി അമ്മയാണ്. അതാരാണ്? അത് ബാലാമണി അമ്മയാണ്. ഓക്കെ ആണല്ല? നെക്സ്റ്റ് ഞാൻ ചോദിക്കുന്നു, എഴുത്തച്ഛൻ പുരസ്കാരം സാധാരണഗതിയിൽ നവംബർ 1-ാം തീയതിയൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിലുള്ളവരൊന്ന് പറയണം, നവംബർ 1-ന് നടക്കുന്നൊരു വള്ളംകളിയുണ്ട്. കേരള പിറവി ദിനത്തിൽ നടക്കുന്നൊരു വള്ളംകളിയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലെ വള്ളംകളി എടുത്ത സമയത്ത് നമ്മൾ ഈ ടോപ്പിക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ. കേരള പിറവി ദിനത്തിൽ നടക്കുന്നൊരു വള്ളംകളിയുണ്ട്. അതേതാണ്? ഈ ആമിനായൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതല്ലായിരുന്നാ? ഓക്കെ, കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി നേരത്തെ താഴത്തങ്ങാടി ബോട്ട് റേസ് വരെ പഠിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലേ? കേൾക്കുന്നുണ്ടോ? കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണ്? കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി. ആൻസർ നിങ്ങൾ പറയുന്നില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോ. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണ്? ആറന്മുള അല്ല. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി നെഹ്റു ട്രോഫിയൊന്നുമല്ല. നെഹ്റു ട്രോഫിയൊക്കെ ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച നടക്കുന്ന വള്ളംകളിയാണ്. അത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. അത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. ഓക്കെ, കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയാണ്. ഇവിടെ പറയാൻ പോകുന്ന പോയിന്റ് അതാണ്. നവംബർ 1-ന് പ്രഖ്യാപിക്കുന്ന പുരസ്കാരമാണ് നമ്മുടെ എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. അതായത് കേരള പിറവി ദിനത്തിൽ. ഓക്കെ, കേരള പിറവി ദിനത്തിലാണ് സാധാരണഗതിയിൽ എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് പറഞ്ഞ പോയിന്റുകൾ വീണ്ടും പറയുകയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ള. രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തകഴി ശിവശങ്കരപ്പിള്ളയാണ്. രണ്ടാമത്തെ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാലാമണിയമ്മയാണ്. അതാരാണ്? അത് ബാലാമണിയമ്മയാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സമ്മാനത്തുകയാണ് പറഞ്ഞത്. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. അത് 5 ലക്ഷം രൂപയാണ്. ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, എഴുത്തച്ഛൻ പുരസ്കാരം ഒരു കൃതിക്കല്ല നൽകുന്നത്, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണല്ലോ. എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ ഇത് കേരള പിറവി ദിനം അല്ലെങ്കിൽ നവംബർ 1 പ്രഖ്യാപിക്കുന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഞാനൊരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുന്നു. ഇപ്പം നവംബർ കഴിഞ്ഞിട്ട് 1 മാസം അല്ലേ ആയോളും. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യ്. അറിഞ്ഞാത്തൊരു പാസ് പറയണേ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിഞ്ഞൂടാത്തൊരു പാസ് പറഞ്ഞു. അറിയാമെന്നുള്ളവർ ആൻസർ കമൻറ്റ് ചെയ്തോ. ഓക്കെ, ഒരാളെ പാസ് പറഞ്ഞോളൂ. ഓക്കെ, ഒരാൾ വസന്തൻ പറഞ്ഞു. വേറെ പാസ് വേറെ ആരും ഒന്നും പറയുന്നില്ല. 3 പേരെ ആൻസർ അല്ലെ ഒരു റെസ്പോണ്ട് ചെയ്തോളൂ. ഓക്കെ, ആ വ്യക്തിയുടെ പേരാണ് SK വസന്തൻ. വ്യക്തിയുടെ പേരെന്താണ്? SK വസന്തൻ. ഇവിടെ ഒരാൾ പറഞ്ഞായിരുന്നു വസന്തൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് SK വസന്തനാണ്. അതാരാണ്? SK വസന്തൻ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എന്ത് ചെയ്യാറുണ്ട്? ഇത്രാമത് അല്ലെങ്കിൽ ഇത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ എന്നൊക്കെ പഠിച്ചിട്ട് പോകും. അവർ ചോദിക്കും ഇത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കണം. 31ാമത് എഴുത്തച്ഛൻ അവാർഡ് എത്രാമത്തതാണ്? 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ SK വസന്തൻ. 2 പോയിന്റാണ് പറഞ്ഞത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയ പുരസ്കാരമായിരുന്നു എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് SK വസന്തനാണ്. അതാർക്കാണ്? SK വസന്തനാണ്. അപ്പം SK വസന്തന് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പം ഞാൻ ജസ്റ്റ് 30ാമതും 29ാമതും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് തൊട്ട് മുൻപേയുള്ള വർഷം 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേതുവാണ്. അതാരാണ്? അത് സേതുവാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി നിങ്ങൾ സംഖ്യ പഠിക്കേണ്ട. സംഖ്യ 31 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇങ്ങനെ കുറച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു 2023 എഴുത്തച്ഛൻ പുരസ്കാരം എത്രാമത്തതാണെന്ന് ചോദിച്ചാൽ 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SK വസന്തന് ലഭിക്കുന്നു. ആർക്ക് ലഭിക്കുന്നു? SK വസന്തന് ലഭിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് 2022 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാർക്കാണ്? അത് സേതുവിനാണ്. അതാർക്കാണ്? അത് സേതുവിനാണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് 2021 എഴുത്തച്ഛൻ പുരസ്കാരം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് P വത്സലയ്ക്കാണ്. അതാർക്കാണ്? അത് P വത്സലയ്ക്കാണ്. വയനാടിൻ്റെ അല്ലെങ്കിൽ തിരുനെല്ലിയുടെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് P വത്സല എന്ന് പറയുന്നത്. ഓക്കെ, നെല്ലി എന്ന് പറയുന്നൊരു കൃതിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നെല്ലി ആരുടെ കൃതിയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് P വത്സലയുടെ കൃതിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 3 കാര്യമാണ് പറഞ്ഞത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാരം അത് SK വസന്തനാണ്. അത് SK വസന്തനാണ്. ഓക്കെ, SK വസന്തന് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിക്കുന്നത്? എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്? 31st അല്ലെങ്കിൽ 31ാമത് എഴുത്തച്ഛൻ അവാർഡാണ് ആർക്ക് കിട്ടുന്നത്? SK വസന്തന് കിട്ടുന്നത്. 2022 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സേതുവിനാണ്. 2022 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ്? അത് സേതുവിനാണ്. 2021 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? അത് P വത്സലയ്ക്കാണ്. അതാർക്കാണ്? അത് P വത്സലയ്ക്കാണ്. ഓക്കെ ആണല്ല? ഈ 2 അവാർഡുകളും ഓക്കെ ആണല്ലോ? 2 അവാർഡും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, 2 അവാർഡും ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക ഒരാൾ തെറ്റിച്ചിട്ടുണ്ട്. ആദ്യം ടൈപ്പ് ചെയ്ത റുക്സാന. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം
5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ബാക്കി പുരസ്കാരത്തിന് കൂടെ സമ്മാനത്തുകയൊക്കെ ചേർത്തായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് തെറ്റിക്കരുത്. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. നെക്സ്റ്റ് പറയുന്നത് വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഓക്കെ 1991 ആണ്. 1991. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് ചോദിക്കുന്ന കാര്യം വള്ളത്തോൾ അവാർഡ് രണ്ടാമതായിട്ട് നേടിയ വ്യക്തി. വള്ളത്തോൾ അവാർഡ് രണ്ടാമത് നേടിയ വ്യക്തി. ഓക്കെ, രണ്ടാമത്തെ വ്യക്തി, വള്ളത്തോൾ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വ്യക്തി. ഓക്കെ, അല്ലെങ്കിൽ രണ്ടാമത്തെ വള്ളത്തോൾ അവാർഡ് നേടിയത് അത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. അതാരാണ്? ശൂരനാട് കുഞ്ഞൻ പിള്ള. അതേ ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ് എന്ത് ചെയ്യുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം തന്നെ നേടുന്നതും. ഓക്കെ ആണല്ല. നെക്സ്റ്റ് എഴുത്തച്ഛൻ പുരസ്കാരം 2023 നേടിയതാരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2023 നേടിയതാരാണ്? അത് SK വസന്തനാണ്. എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു? 31. 2021 എഴുത്തച്ഛൻ അവാർഡ് ആരാണ് നേടിയത്? 2021 എഴുത്തച്ഛൻ അവാർഡ് അത് P. വത്സലയാണ്. ഓക്കെ, P. വത്സല. P. വത്സലയുടെ 2 വിശേഷണം പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് വിശേഷണം പറഞ്ഞത്? എന്തിൻ്റെയൊക്കെ കഥാകാരി എന്നാണ് പറഞ്ഞത്? തിരുനെല്ലിയുടെ കഥാകാരി, വയനാടിൻ്റെ കഥാകാരി, വയനാടിൻ്റെ കഥാകാരി, തിരുനെല്ലിയുടെ കഥാകാരി, വയനാടിൻ്റെ കഥാകാരി, തിരുനെല്ലിയുടെ കഥാകാരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? അത് P. വത്സലയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതി പഠിച്ചു വയ്ക്കണം. അത് നെല്ലാണ്. ഓക്കെ, നെല്ല് മാത്രമല്ല, ഒരുപാട് കൃതികളുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? നെല്ല് പഠിച്ചു വയ്ക്കുക. ബാക്കി കൃതികളൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് കൃതികളെന്ന് പറയുന്നത് സാഹിത്യം, കൃതികളും കൃതികളും രചയിതാക്കളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പഠിക്കാം. ഓക്കെ, ഓക്കെ ആണല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പറയണോ അതാ എഴുതിയിട്ട് പറഞ്ഞാൽ മതിയാ? എഴുതിയിട്ട് പറയണോ അതാ അടുത്തത് പറയട്ടാ? എന്താണ് നിങ്ങളുടെ തീരുമാനം? ഓക്കെ, എഴുതാം, പറയാം. ഓക്കെ, രണ്ടുപേരും എല്ലാവരും ഇത് പറയുന്നു. അടുത്ത ടോപ്പിക്ക് അവാർഡല്ല. അതായത് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു വയലാർ അവാർഡും കൂടെ പഠിച്ചിട്ട് ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ലാസ്റ്റ് ഒരു അവാർഡും കൂടെ പഠിക്കാതിന് മുമ്പ് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ. ഒന്നാമത്തത് വള്ളത്തോൾ പുരസ്കാരം. ഒന്നാമത്തത് വള്ളത്തോൾ പുരസ്കാരം എഴുതിക്കോ. അവാർഡുകളാണ് പറയുന്നത്. വള്ളത്തോൾ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം. ഓക്കെ, പറയട്ടോ. വള്ളത്തോൾ പുരസ്കാരം പറയട്ടോ, നോട്ട് പറയട്ടോ. ഓക്കെ, ഏർപ്പെടുത്തിയ വർഷം 1991. 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 സമ്മാനത്തുക 1,11,111. സമ്മാനത്തുക 1,11,111. സമ്മാനത്തുക 1,11,111. സമ്മാനത്തുക 1,11,111. സമ്മാനത്തുക 1,11,111. സമ്മാനത്തുക 1,11,111. ഓക്കെ, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. മൂന്നാമത്തെ പോയിന്റ്, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത്. 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 ഓക്കെ, അടുത്ത പോയിന്റ്, ആദ്യമായി ലഭിച്ചത് പാലാ നാരായണൻ നായർ. 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 ഓക്കെ, നെക്സ്റ്റ്
രണ്ടാമത് അതായത് 1992 രണ്ടാമത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ലഭിച്ചതാരാണ്? അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. രണ്ടാമത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമത് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. രണ്ടാമതായിട്ട് ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ള. ഓക്കെ, അടുത്തത് ആദ്യ വനിത ബാലാമണിയമ്മ. ആദ്യ വനിത ബാലാമണിയമ്മ. ഓക്കെ, അടുത്ത പോയിന്റ് 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് 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 പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ. ഓക്കെ, 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. 2018 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ. 2017 പ്രഭാവർമ്മ. 2019 പോൾ സക്കറിയ, 2018 എം മുകുന്ദൻ, 2017 പ്രഭാവർമ്മ. എഴുതിയായിരുന്നോ? എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് എഴുത്തച്ഛൻ അവാർഡ്. രണ്ടാമത്തത് എഴുത്തച്ഛൻ അവാർഡ്. ഓക്കെ, എഴുതിക്കോ. ഏർപ്പെടുത്തിയ വർഷം 1993. ഏർപ്പെടുത്തിയ വർഷം 1993. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. ഓക്കെ ആണല്ലോ? എഴുതിയല്ല? ഓക്കെ, നെക്സ്റ്റ് സമ്മാനത്തുക 5 ലക്ഷം രൂപ. സമ്മാനത്തുക 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. സമ്മാനത്തുക 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 5 ലക്ഷം രൂപ. ഓക്കെ, അടുത്ത പോയിന്റ് ആദ്യമായി നേടിയത് 93-ലാണ് ആദ്യമായിട്ട് നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യമായി നേടിയത് ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്തത് രണ്ടാമത് സെക്കൻഡ് തകഴി ശിവശങ്കരപിള്ള. സെക്കൻഡ് രണ്ടാമത്തെ വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. രണ്ടാമത്തെ വ്യക്തിയാണ് തകഴി ശിവശങ്കരപിള്ള. അടുത്തത് ആദ്യ വനിത. അടുത്തത് ആദ്യ വനിത ബാലാമണിയമ്മ. അടുത്തത് ആദ്യ വനിത ബാലാമണിയമ്മ. അടുത്തത് ആദ്യ വനിത ബാലാമണിയമ്മ. ആദ്യ വനിത ബാലാമണിയമ്മ. ആദ്യ വനിത ബാലാമണിയമ്മ. ആദ്യ വനിത ബാലാമണിയമ്മ. ഓക്കെ, എഴുതിയോ? അടുത്തത് 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്
2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. 2023 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എസ് കെ വസന്തൻ. ഓക്കെയാണ്. നെക്സ്റ്റ് 2022 സേതു. 2022 സേതു. 2022 സേതു. 2021 പി വത്സല. 2021 പി വത്സല. 2021 പി വത്സല. 2021 പി വത്സല. ഓക്കെ, എഴുതിയോ? ഓക്കെ, എഴുതിയോ? ഓക്കെ. നവംബർ 1 അടുത്ത പോയിന്റ്. നവംബർ 1 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. 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 ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അടുത്ത ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഓണം. അതായത് ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ എല്ലാവരും കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓണത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഇവിടെ നല്ല മഴ ഉണ്ട്, അതാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ആദ്യം പറയാൻ പോകുന്നത് ഓണത്തെക്കുറിച്ചാണ്. അതായത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നത് ഓണമാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നത് എന്താണ്? ഓണമാണ്. നമുക്കറിയാവുന്ന പോയിന്റാണ്. ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ഓണം ആഘോഷിക്കുന്നത് മലയാള മാസം ഏതാണ്? അത് ചിങ്ങമാസമാണ്. ഓക്കെ, ഓണം ആഘോഷിക്കുന്ന മലയാള മാസം ഏതാണ്? അത് ചിങ്ങമാസമാണ് ഓണം ആഘോഷിക്കുന്നത്. 2 പോയിന്റാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? അത് ചിങ്ങമാസമാണ്. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം, ഏത് കലണ്ടറാണ്? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? പറഞ്ഞ കാര്യം ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം, ഏത് കലണ്ടറാണ്? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം. ഓക്കെ, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? പറഞ്ഞു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? പറഞ്ഞു. ആൻസർ ആരും പറയുന്നില്ല. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏത് മാസമാണ്? അതായത് ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിനെ പറയുന്നതാണ് ഗ്രിഗോറിയൻ കലണ്ടർ. നമ്മൾ പറയില്ലേ ജനുവരി ഫെബ്രുവരി, ആ കലണ്ടറിനെ പറയുന്ന പേരാണ് ഗ്രിഗോറിയൻ കലണ്ടർ. ഓക്കെ, ആ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. അത് ഏതാണ് മാസം? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം. നിങ്ങൾക്ക് ഗ്രിഗോറിയൻ കലണ്ടർ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ആരും മിണ്ടാതിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം എന്ത് ചെയ്യുന്നു? ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓണം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. 3 പോയിന്റ് പറഞ്ഞു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണം ആഘോഷിക്കുന്നത് മലയാള മാസം ചിങ്ങമാസത്തിലാണ്. അതുപോലെ തന്നെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഏത് മാസമാണ്? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പ് ഉത്സവമാണോ ഓണം, അതോ വിളവിറക്ക് ഉത്സവമാണോ ഓണം? അതായത് വിളവിറക്കുന്ന ഉത്സവമാണോ ഓണം, വിളവ് എടുക്കുന്ന ഉത്സവമാണോ ഓണം? SCRTയിൽ പറയുന്ന പോയിന്റാണ്. ചിങ്ങമാസത്തിലെ വിളവെടുക്കുന്ന ഉത്സവമാണോ ഓണം, വിളവിറക്കുന്ന ഉത്സവമാണോ ഓണം? നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഓണത്തിന് പ്രധാനമാണ് ഓണസദ്യ. ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ എന്താണ്? വെജിറ്റബിൾസ് അല്ലേ, അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ കറിയല്ലേ? പച്ചക്കറി ഉപയോഗിച്ചുള്ള കറികളാണല്ലോ കൂടുതൽ.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പച്ചക്കറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിളവെടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ചിങ്ങമാസത്തിലെ വിളവെടുപ്പുത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുത്സവമാണ് ഏതെന്ന് പറയുന്നത്? ഓണം എന്ന് പറയുന്നത്. ഓക്കെയാണ്. ചിങ്ങമാസത്തിലെ ഏതുത്സവമാണ്? വിളവെടുപ്പുത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുത്സവമാണ് ഓണം. അതായത് ഇങ്ങനെയാണ് ഓണത്തെക്കുറിച്ച് പറയുന്നത്. ചിങ്ങമാസത്തിലെ പറഞ്ഞു അത്തം നാൾ മുതൽ, ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ഏത് നാൾ വരെയാണ് ഓണം ആഘോഷിക്കുന്നത്? ചതയം നാൾ വരെയാണ് ഓണം ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ ചതയം നാൾ വരെയാണ് സാധാരണഗതിയിലൊക്കെ ഓണം ആഘോഷിക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. പക്ഷേ ഇനി പറയുന്ന പോയിന്റിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ കാര്യം വരുന്നത്. ആദ്യം പറയുന്നത് ഒരു വർഷമാണ്. അത് 1961. വർഷം ഏതാണ്? 1961. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷമാണ് ഏതെന്ന് പറയുന്നത്? 1961. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷമാണ് ഏതെന്ന് പറയുന്നത്? 1961 എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1961. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1961. 1961. നെക്സ്റ്റ്, ഈ സമയത്തെ മുഖ്യമന്ത്രി ആരാണ്? അതായത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പട്ടം താണുപിള്ളയാണ്. 2 പോയിന്റാണ് പറഞ്ഞത്. ഒന്നും കൂടെ പറഞ്ഞ പോയിന്റുകൾ ആവർത്തിക്കുന്നു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1961. 1961 ആണ്. 1961. 1961 കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ളയാണ്. 2 പോയിന്റും സെറ്റാണല്ല? ഇമ്പോർട്ടൻ്റ് 2 പോയിന്റാണ്. ഓക്കെ ആണല്ല? ഓക്കെ ആണല്ല? കേൾക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഇനി നമുക്ക് അറിയാവുന്നൊരു ഐതിഹ്യം മാത്രം ജസ്റ്റ് ഇന്നൊരു 2 മിനിറ്റ് പറഞ്ഞിട്ട് അങ്ങ് പോകാം. അതായത് മഹാബലി കേരളം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അതായത് ഈ മഹാബലി എന്ന് പറയുന്നത് ഒരു അസുര രാജാവായിരുന്നു. മഹാബലി ഏത് രാജാവായിരുന്നു? അസുര രാജാവായിരുന്നു. ആ ഐതിഹ്യത്തിലെ 1-2 പോയിന്റുകൾ മാത്രം നമുക്ക് PSCയിൽ പിക്ക് ചെയ്താൽ മതി. മഹാബലി ഏത് രാജാവാണെന്ന് ചോദിച്ചാൽ അസുര രാജാവായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയ മഹാബലിക്ക് ഈ സ്വർഗ്ഗരാജ്യവും കൂടെ കീഴ്പ്പെടുത്താനൊക്കെ ആഗ്രഹം വന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ദേവന്മാർ ഇതിനെ ഭയപ്പെടുകയും ആരോട് സഹായം തേടുന്നു? മഹാവിഷ്ണുവിനോട് സഹായം തേടുന്നു. അങ്ങനെ മഹാവിഷ്ണുവാണ് ആരുടെ അവതാരം? അല്ലെങ്കിൽ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നു? മഹാബലിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും 3 അടി മണ്ണൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ 2 പോയിന്റ് പഠിച്ചു വെക്കണം. ഒന്നെന്ന് പറയുന്നത് മഹാബലി ഏത് ചക്രവർത്തിയാണ്? അസുര ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ അസുര രാജാവാണ് ആരെന്ന് പറയുന്നത്? മഹാബലി എന്ന് പറയുന്നത്. 2 പറയുന്നത് വാമനൻ ആരുടെ അവതാരമാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഓക്കെ, 2 പോയിന്റും ക്ലിയർ ആണല്ലോ. അസുര ചക്രവർത്തിയാണ് മഹാബലി. വാമനൻ ആരുടെ അവതാരമാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ എന്ന് ചോദിച്ചാൽ അത് 5ാമത്തെ അവതാരമാണ്. ഓക്കെ, മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ എന്ന് ചോദിച്ചാൽ അത് 5ാമത്തെ അവതാരമാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? വാമനൻ വരുന്നു, മഹാബലിയോട് 3 അടി മണ്ണൊക്കെ ചോദിക്കുന്നു. അങ്ങനെ വാമനൻ വരുന്ന സമയത്ത് മഹാബലി ഒരു യാഗം ചെയ്യുകയായിരുന്നു. മഹാബലി ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, വാമനൻ മഹാബലിയെ കാണാൻ വരുമ്പോൾ മഹാബലി എന്ത് ചെയ്യുന്നു? ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ യാഗത്തിൻ്റെ പേരാണ് വിശ്വജിത്ത് എന്ന് പറയും. എന്താണ് യാഗത്തിൻ്റെ പേര്? വിശ്വജിത്ത്. ഓക്കെ, ആ യാഗത്തിൻ്റെ പേരെന്താണ്? വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാം. മഹാബലി എന്ത് ചെയ്യുന്നു? മഹാബലിയെ വാമനൻ വന്ന് സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ മഹാബലിയെ ഇവിടെ അടുത്ത് വന്ന് വാമനൻ 3 അടി മണ്ണൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഈ 3 അടി മണ്ണ് ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മഹാബലി എന്ത് ചെയ്യുകയായിരുന്നു? ഒരു യാഗം ചെയ്യുകയായിരുന്നു. മഹാബലി എന്ത് ചെയ്യുകയായിരുന്നു? ഒരു യാഗം ചെയ്യുകയായിരുന്നു. ആ യാഗത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? വിശ്വജിത്ത് എന്ന് പറയുന്നത്. ആ യാഗത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? വിശ്വജിത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ പറയുകയാണ്, ഒന്നും കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മഹാബലി ഏത് ചക്രവർത്തിയാണ്, അല്ലെങ്കിൽ ഏത് രാജാവാണ്? അസുര രാജാവാണ്. മഹാബലി ഏത് രാജാവാണ്? അസുര രാജാവാണ്. മഹാബലിയുടെ അല്ലെങ്കിൽ വാമനൻ ആരുടെ അവതാരമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്? വാമനൻ ആരുടെ അവതാരമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്? വിഷ്ണുവിൻ്റെ അവതാരം. വിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ്?
വിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണ്? 5ാമത്തെ അവതാരം. ഇനി വാമനൻ മഹാബലിയുടെ അടുത്ത് വന്ന് 3 അടി മണ്ണ് ചോദിക്കുന്ന സമയത്ത് മഹാബലി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം ചെയ്യുകയായിരുന്നു. വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം ചെയ്യുകയായിരുന്നു. പോയിന്റ് ക്ലിയർ ആണല്ല? അപ്പം മഹാബലി എന്ത് ചെയ്യുന്നു? ആ 3 അടി മണ്ണൊക്കെ കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി മഹാബലിയുടെ അടുത്ത് പറയുന്നു, നീ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് മഹാബലി പറയുന്നു ആ കുഴപ്പമില്ല, 3 അടി മണ്ണ് അളന്നെടുത്തോളാം പറയുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ കൊടുക്കരുത് എന്ന് മഹാബലിയുടെ അടുത്ത് താക്കീത് കൊടുക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് അസുര ഗുരുവായ ശുക്രാചാര്യൻ. ആ വ്യക്തിയുടെ പേരെന്താണ്? അസുര ഗുരുവായ ശുക്രാചാര്യൻ. ഓക്കെ, ഇത്രയും പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ മഹാബലി എന്ത് ചെയ്യുന്നു? ആ 3 അടി മണ്ണൊക്കെ കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് അസുര ഗുരുവായ ആരാണ്? ശുക്രാചാര്യൻ എന്ന് പറയുന്ന വ്യക്തി. അസുര ഗുരുവായ ശുക്രാചാര്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ മഹാബലിയുടെ അടുത്ത് പറയുന്നു, നീ മണ്ണൊന്നും കൊടുക്കരുത്, നീ അല്ലെങ്കിൽ അത് പറയരുത് എന്ന് പറയുന്നു. ഓക്കെയാണ്? പോയിന്റ് ക്ലിയർ ആണല്ല? അങ്ങനെ മഹാബലിയോട് ആ 3 അടി മണ്ണ് കൊടുക്കരുതെന്ന് കൽപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ശുക്രാചാര്യനാണ്. ഓക്കെ, ഇത് ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വന്ന കാര്യമാണ്. ഇതുവരെ പറഞ്ഞതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1961 പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1961. അന്നത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? അത് പട്ടം താണുപിള്ളയാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മഹാബലിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിൽ 1-2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം പറയാൻ പോകുന്നു മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലി എന്നല്ല യഥാർത്ഥ പേര്. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ആർക്കെങ്കിലും അറിയാമോ മഹാബലിയുടെ യഥാർത്ഥ പേര്? മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ഇന്ദ്രസേനൻ എന്നാണ്. എന്താണ്? ഇന്ദ്രസേനൻ എന്നാണ്. ഓക്കെ, ഒന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ് ഇതാണ്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ഇന്ദ്രസേനൻ. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ഇന്ദ്രസേനൻ എന്നാണ് മഹാബലിയുടെ യഥാർത്ഥ പേര്. രണ്ടാമത് പറയുന്ന പോയിന്റാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ത്യാഗം ചെയ്തവനെന്നാണ്. കാരണം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ തലയിൽ കൂടെ ചവിട്ടി താഴ്ത്താൻ പറഞ്ഞില്ലേ? അപ്പോൾ അതൊക്കെ പറയുന്നത് എന്താണ്? വലിയൊരു ത്യാഗമല്ലേ? അങ്ങനെ മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓക്കെ, വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം. 2 പോയിന്റാണ് പറഞ്ഞത്. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദ്രസേനൻ എന്നാണ്. ഓക്കെ, മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് 3ാമത് പറയുന്ന പേരാണ് മഹാബലിയുടെ അച്ഛൻ്റെ പേരാണ് വിരോചനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താണ്? വിരോചനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേരാണ് വിരോചനൻ എന്ന് പറയും. മഹാബലിയുടെ അച്ഛൻ്റെ പേരാണ് വിരോചനൻ. 3 കാര്യമാണ് പറഞ്ഞത്. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഇന്ദ്രസേനൻ. ഇതൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടാ, കമൻറ്റ് ചെയ്യണേ ഒന്ന്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അത് ഇന്ദ്രസേനൻ എന്നാണ്. മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താണ്? അത് വിരോചനൻ എന്നാണ്. മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താണ്? വിരോചനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേരെന്താണ്? അത് വിരോചനൻ എന്നാണ്. നെക്സ്റ്റ് പറഞ്ഞത് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓക്കെ ആണല്ല? നെക്സ്റ്റ് പറയുന്ന കാര്യം മഹാബലിയുടെ മകൻ്റെ പേരാണ് പറയാൻ പോകുന്നത്. മഹാബലിയുടെ മകൻ്റെ പേരാണ് ബാണാസുരൻ. മഹാബലിയുടെ മകൻ്റെ പേരാണ് ബാണാസുരൻ. മഹാബലിയുടെ മകൻ്റെ പേരെന്താണ്? ബാണാസുരൻ. മഹാബലിയുടെ മകൻ്റെ പേരെന്താണ്? അത് ബാണാസുരൻ എന്നാണ്. മഹാബലിയുടെ മകൻ്റെ പേരെന്താണ്? അത് ബാണാസുരൻ എന്നാണ്. ഓക്കെ, 4 പോയിന്റാണ് പറഞ്ഞത്. 4 പോയിന്റേ പറഞ്ഞോളൂ. ഒന്നും കൂടെ പറയുകയാണ്. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ. മഹാബലിയുടെ മകൻ്റെ പേര് ബാണാസുരൻ. മഹാബലിയുടെ മകൻ്റെ പേര് ബാണാസുരൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓക്കെ, മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. ഓക്കെ ആണല്ലോ? പോയിന്റ് എല്ലാം ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു പോയിന്റും കൂടെ, മഹാബലിയുടെ ഭാര്യയുടെ പേര് വിദ്യാവലി. മഹാബലിയുടെ ഭാര്യയുടെ പേരാണ് വിദ്യാവലി. എന്താണ്?
വിദ്യാവലി. മഹാബലിയുടെ ഭാര്യയുടെ പേരാണ് വിദ്യാവലി. മഹാബലിയുടെ ഭാര്യയുടെ പേരെന്താണ്? വിദ്യാവലി. ഓക്കെ, ഇവിടെ 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് പറയാം. ഇന്ദ്രസേനൻ പ്രീവിയസ് ആണ്, വലിയ ത്യാഗം ചെയ്തവനും പ്രീവിയസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മഹാബലിയുടെ ഒരു ബയോഡേറ്റ കണക്ക് ഒരു 5 പോയിന്റാണ് പറഞ്ഞത്. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. മഹാബലിയുടെ മകൻ്റെ പേര് ബാണാസുരൻ. മഹാബലിയുടെ ഭാര്യയുടെ പേര് വിദ്യാവലി. മഹാബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ. മഹാബലിയുടെ അച്ഛൻ്റെ പേര് വിരോചനൻ. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ന് പറയുന്നത് ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ് പ്രീവിയസ്. പണ്ട് കാലത്ത് തമിഴകങ്ങളിൽ അല്ലെങ്കിൽ തമിഴകത്ത് ഓണം ആഘോഷിച്ചു എന്ന് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏത്? തമിഴകത്ത് ഓണം ആഘോഷിച്ചിരുന്നതായി പറയുന്ന സംഘകാല കൃതി ഏത്? ഓക്കെ, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി. ഓക്കെ, അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ ക്വസ്റ്റ്യൻ. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഓണത്തിൻ്റെ പ്രധാന വിഭവമാണ് എന്തെന്ന് പറയുന്നത്? പായസം എന്ന് പറയുന്നത്. പായസത്തിൻ്റെ ടേസ്റ്റ് എന്താണ്? ഓണത്തിന് നമ്മളൊരു 3 ജാതി പായസം, അല്ലെങ്കിൽ നമ്മൾ സദ്യക്കൊക്കെ സാധാരണ 3 ജാതി പായസമൊക്കെ കാണുമല്ലോ, 3ഓ 4ഓ കാണും. അപ്പോൾ നമ്മൾ സദ്യയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് മധുരമാണ്. അതുകൊണ്ട് ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. എന്താണ്? മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. ഓക്കെ, ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? പറഞ്ഞോ, കമൻറ്റ് ചെയ്തോ. ആൻസർ ഒന്നും വരുന്നില്ല, നെറ്റ് വീണ്ടും പോയോ? ഓക്കെ, നിങ്ങൾ ആൻസർ നെറ്റ് കമൻറ്റ് കാണില്ല. ഓക്കെ, ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് എന്ന് പറയുന്നത് മധുരൈ കാഞ്ചി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മധുരൈ കാഞ്ചി രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു മായിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ചത് ആരാണ്? അതും ഒരു മായിൽ തുടങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ചത് ആരാണ്? മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? പറഞ്ഞോ, മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? ആരും ഒന്നും പറയുന്നില്ല. മായിൽ തുടങ്ങുന്ന ഒരു വ്യക്തിയാണ്. അറിഞ്ഞുണ്ടെങ്കിൽ പാസ് പറഞ്ഞോ. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ചതാരാണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് മാങ്കുടി മരുതനാറാണ്. അതാരാണ്? മാങ്കുടി മരുതനാർ. ഓക്കെ, വ്യക്തിയുടെ പേരാണ് മാങ്കുടി മരുതനാർ. ഓക്കെ, മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മാങ്കുടി മരുതനാർ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ മായും വെച്ച് കണക്ട് ചെയ്താൽ മതി. പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലത്ത് തമിഴകത്ത് ഓണം ആഘോഷിച്ചു എന്ന് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മധുരൈ കാഞ്ചിയാണ്. നിങ്ങൾ അത്രയൊന്നും പഠിച്ചു വെച്ചില്ലെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി എന്തിനെക്കുറിച്ചാണ്? ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മധുരൈ കാഞ്ചിയാണ്. അതെന്താണ്? മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി രചിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാങ്കുടി മരുതനാരാണ്. അതാരാണ്? മാങ്കുടി മരുതനാറാണ്. ഓക്കെ, മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? അത് മാങ്കുടി മരുതനാറാണ്. ഓക്കെ ആണല്ല? നെക്സ്റ്റ് നമ്മൾ പറയുന്ന അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ എന്ത് ചെയ്യും? ഓണം എന്തെന്നാണ് പറയുന്നത്? നമ്മൾ ഓണം എന്ന് പറയും. പക്ഷേ ഈ സംഘകാല കൃതികളിൽ ഓണത്തിന് അങ്ങനെ അല്ല പറയുന്നത്. ഓക്കെ, സംഘകാല കൃതികളിൽ ഓണത്തിന് അങ്ങനെ അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, സംഘകാല കൃതികളിൽ ഓണം പറഞ്ഞുകൊണ്ടിരുന്നത് ഓണമെന്നല്ലായിരുന്നു. സംഘകാല കൃതികളിൽ ഓണത്തെ പ്രതിപാദിച്ചിരുന്ന വാക്ക് എന്താണ്? അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സംഘകാല കൃതികളിൽ ഓണത്തെ പ്രതിപാദിച്ചിരുന്ന വാക്ക് എന്താണ്? ഓക്കെ, ആ വാക്കാണ് ഇന്ദ്രവിഴ എന്ന് പറയും. നമ്മൾ ഇന്ദ്രസേനൻ എന്ന് പറഞ്ഞത് കണക്ക് ഇവിടെ എന്താണ്? ഇന്ദ്രവിഴ. എന്താണ് വാക്ക്? ഇന്ദ്രവിഴ. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്യണേ. ഇന്ദ്രവിഴ എന്നാണ്. ഓക്കെ, എന്താണ് വാക്ക്? ഇന്ദ്രവിഴ. ഓക്കെ, വാക്കെന്താണെന്ന് ടൈപ്പ് ചെയ്തോ. വാക്കെന്താണ്? ഇന്ദ്രവിഴ. ഇന്ദ്രവിഴ. ഓക്കെ, അതാണ്ട് ആമിനെ ടൈപ്പ് ചെയ്ത മലയാളം അങ്ങനെയാണ്. ഇന്ദ്രവിഴ. ഓക്കെ, ഇന്ദ്രവിഴ. ഓക്കെ ആണല്ല? അപ്പം നമ്മളിവിടെ 3 ക്വസ്റ്റ്യൻ പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്.
ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ചതാരാണെന്ന് ചോദിച്ചാൽ മാങ്കുടി മരുതനാർ. അടുത്ത സംഘകാല കൃതികളിൽ ഓണം പരാമർശിക്കുന്ന പേര് അല്ലെങ്കിൽ സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് പരാമർശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. ഓണത്തെ സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നത് എന്തെന്നാണ്? അത് ഇന്ദ്രവിഴ എന്നാണ്. അതെന്താണ്? അത് ഇന്ദ്രവിഴ എന്നാണ്. ഓക്കെ ആണല്ലോ, പോയിന്റ് സെറ്റാണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ടാണല്ലോ ഈ പുതിയ സിലബസിലാണ് ഇങ്ങനൊരു ടോപ്പിക്കൊക്കെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഇങ്ങനൊരു ടോപ്പിക്ക് ഉൾപ്പെടുത്തിയതിന് ശേഷം ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വാക്കുണ്ട്, അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാക്കാണ് അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, വാക്ക് അത്തച്ചമയം. അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, അത്തച്ചമയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓണം. ഓക്കെ, ഇനി നമുക്ക് ഡൗട്ടൊന്നും വരരുത്. അത്തച്ചമയം എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത്തച്ചമയം. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അത്തച്ചമയം. പക്ഷേ അവിടെ നിങ്ങൾ അത്തച്ചമയം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് എറണാകുളം ജില്ലയിലൊരു സ്ഥലം വരണം. നിങ്ങളുടെ മനസ്സിൽ അത്തച്ചമയം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരാനുള്ളത് എറണാകുളം ജില്ലയിലെ സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് തൃപ്പൂണിത്തുറ. ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? തൃപ്പൂണിത്തുറ. ഇവിടെ നിന്ന് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത് ക്വസ്റ്റ്യൻ ഇതാണ്, തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷമാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓണം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാണ്? അത് ഓണമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമേത്? അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലമേത്? അത് തൃപ്പൂണിത്തുറയാണ്. അതേതാണ്? അത് തൃപ്പൂണിത്തുറയാണ്. ഓക്കെ, അതായത് നമ്മൾ തൃപ്പൂണിത്തുറ അത്തച്ചമയം എന്നല്ലേ പറയുന്നത്. ഇത് 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നും കൂടെ പറയുകയാണ്, അത്തച്ചമയം തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റാണ്, അത്തച്ചമയം കേരളത്തിലെ ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശമേത്? അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് തൃപ്പൂണിത്തുറയാണ്. ഓക്കെ, തൃപ്പൂണിത്തുറയാണ്. ഓക്കെ ആണല്ല? 2 പോയിന്റും ഓക്കെ ആണല്ല? നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഒരു പരീക്ഷയ്ക്ക് PSC ക്വസ്റ്റ്യൻ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. ഓക്കെ, ആ ചടങ്ങിൻ്റെ പേരാണ് ദേശമറിയിക്കൽ ചടങ്ങ്. ഈ ദേശമറിയിക്കൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദേശമറിയിക്കൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദേശമറിയിക്കൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ദേശമറിയിക്കൽ ചടങ്ങ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളണം. പരീക്ഷയ്ക്ക് PSC ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തവണ ചോദിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഓണമാണ്. അതായത് ഈ ദേശമറിയിക്കൽ ചടങ്ങെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച സമയത്ത് ഓണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ PSC എന്ത് ചെയ്തു? ഒരിക്കൽ ഇതേണക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓണത്തിന് പകരം വിഷു ആൻസർ കൊടുത്തായിരുന്നു. ഓക്കെ, അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് റാങ്ക് ഫയലിലൊക്കെ കൊടുത്തിരിക്കും ദേശമറിയിക്കൽ ചടങ്ങ് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓണം. താഴെ PSCയുടെ ഉത്തരവെന്ന് പറഞ്ഞ് വിഷു കൊടുത്തിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. ദേശമറിയിക്കൽ ചടങ്ങ് സാധാരണഗതിയിൽ ഓണവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ PSC ചോദിച്ച സമയത്തും ഓണം ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ ആൻസർ എന്ത് കൊടുത്തു? വിഷു കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് ഞങ്ങൾ ക്ലിയർ ആയിട്ട് അങ്ങ് പഠിച്ചു പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ പഠിച്ചു വയ്ക്കാൻ നിങ്ങൾ ഓണമെന്ന് തന്നെ പഠിച്ചു വയ്ക്കണം. കാരണം PSC ഓണവും കൊടുത്തിട്ടുണ്ട്, വിഷുവും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കൊടുത്തത് ഓണമാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഇത് വരുന്നൊരു രീതി. അതായത് കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത് എന്തോട് കൂടിയാണെന്ന് ചോദിച്ചാൽ അത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ്. ഓക്കെ, ഒന്നും കൂടെ പറയുകയാണ്, കേരളത്തിലെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് എന്ത് കാര്യത്തോട് കൂടിയാണെന്ന് ചോദിച്ചാൽ അത് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ്. കേരളത്തിലെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് ഏത് ആഘോഷത്തോടു കൂടിയാണ്? തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ്. ഏത് ആഘോഷമാണ്? തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലെ ഓണപരിപാടികൾ, ഓണം
ഓണാഘോഷം ആരംഭിക്കുന്നത്? പോയിന്റ് ക്ലിയർ ആണല്ലോ. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത് ഏത് ആഘോഷത്തോടു കൂടിയാണ്? തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. ഓക്കെ, അതായത് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 3 ദിവസം മുമ്പ് ആൾക്കാരുടെ അടുത്തൊരു അനൗൺസ്മെൻറ്റ് ചെയ്യും. നമ്മളെയൊക്കെ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പരിപാടികളൊക്കെ മൈക്കിൽ അനൗൺസ് ചെയ്തുകൊണ്ട് പോകൂലേ, അതുപോലെ ആ പ്രദേശത്ത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഈ ഘോഷയാത്രയുടെ ഒരു 3 ദിവസം മുമ്പ് എന്ത് ചെയ്യും? ആ നാട് മൊത്തവും ഒരു വിളംബരം ചെയ്യും. അതായത് ഇത്രാം തീയതി എന്ത് ചെയ്യുന്നു? തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയാണ് എന്ന് എന്ത് ചെയ്യും? വിളംബരം ചെയ്യും. ആ ചടങ്ങിനെ പറയുന്ന പേരാണ് ദേശമറിയിക്കൽ. ആ ചടങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? ദേശമറിയിക്കൽ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, ദേശമറിയിക്കൽ എന്ന ചടങ്ങ് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. ഓക്കെ, PSC ഇങ്ങനെ പലപ്പോഴും ചിലപ്പോഴൊക്കെ ഒരു ആൻസറൊക്കെ തെറ്റിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അവരുടെ ഒരു സ്വഭാവമാണ്. ഓക്കെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങളിവിടെ പഠിച്ചു വയ്ക്കാനുള്ള കാര്യം, ദേശമറിയിക്കൽ ചടങ്ങ് എന്താണെന്ന് മനസ്സിലായില്ല. അതായത് ഒരു അനൗൺസ് ചെയ്തുകൊണ്ട് പോകും. എന്താണ്? ഇത്രാം തീയതി തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയുണ്ടെന്ന്. ഈ അത്തച്ചമയം തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പ് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ട് പോകും. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദേശമറിയിക്കൽ ചടങ്ങ്. ഓക്കെ, അപ്പം ദേശമറിയിക്കൽ ഓണവുമായി ബന്ധപ്പെട്ടതാണ്. എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് റാങ്ക് ഫയലൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ തോന്നിയാൽ ഇതാണ് അതിലുള്ള കാരണമെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം? ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ കുറേ നേരം കൊണ്ട് മിണ്ടാതിരിക്കുമല്ലേ, പലരും ടൈപ്പ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുന്നവർ പേരെടുത്ത് ചോദിക്കാം. കാരണം ടൈപ്പ് കുറച്ച് പേരൊക്കെ കമൻറ്റുകളെ വരുന്നില്ല. ഓക്കെ, അപ്പം ഫെമി എന്ന് പറയുന്ന ഒരു യൂസർ ID ഉണ്ടല്ലോ ഇതിന്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. ഫെമി എന്ന് പറയുന്ന ആളിനോടാണ് ക്വസ്റ്റ്യൻ. വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനമായി ലഭിച്ചത് ആർക്കാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്? വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്? നമുക്ക് കമൻറ്റ് വരുന്നില്ല, ആൻസർ വരുന്നില്ല. ഓക്കെ, ബാക്കിയുള്ളവരൊന്നും ടൈപ്പ് ചെയ്തോ? ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞു. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്? പോൾ സക്കറിയ. പോൾ സക്കറിയ വർഷം ഏതാണ്? പോൾ സക്കറിയ വർഷം ഏതാണ്? 2019. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SK വസന്തന് എത്രാമത് എഴുത്തച്ഛൻ അവാർഡാണ് കിട്ടിയത്? SK വസന്തന് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്? ഓക്കെ, 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1961. അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പട്ടം താണുപിള്ളയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ഒരു സംഘകാല കൃതി പറഞ്ഞായിരുന്നു. അതായത് ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സംഘകാല കൃതി. മധുരൈ കാഞ്ചി. ഓക്കെ, മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മധുരൈ കാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാറാണ്. അതാരാണ്? മാങ്കുടി മരുതനാർ. ഓക്കെ, നെക്സ്റ്റ്. സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെടുന്ന ഏത് പേരിലാണ്? സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെടുന്ന പേരെന്താണ്? സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെടുന്ന പേരെന്താണ്? ഇന്ദ്രവിഴ എന്നാണ്. ഓക്കെ, ഇന്ദ്രവിഴ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത കാര്യങ്ങൾ 1-2 കാര്യങ്ങളും കൂടെ പറയാം. അതിനുശേഷം നമുക്ക് എഴുതാം. അതായത് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ വടക്കൻ കേരളത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് എന്തെന്ന് പറയുന്നത്? തെയ്യം എന്ന് പറയുന്നത്. ഓക്കെ,
എന്താണ് തെയ്യം എന്ന് പറയും? നമുക്കറിയാം തെയ്യം എന്ന് പറയുന്നത് കണ്ണൂരൊക്കെ തെയ്യത്തിൻ്റെ തിറകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത്. തെയ്യത്തിൻ്റെ നാട്, തിറകളുടെ നാട്, തറകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണൂരാണല്ലോ. അപ്പം നമ്മളിവിടെ പറയുന്ന കാര്യം, ഓണവുമായി ബന്ധപ്പെട്ട് ഒരു തെയ്യമുണ്ട്. ആ തെയ്യത്തിൻ്റെ പേരെന്താണ്? ഓണവുമായി ബന്ധപ്പെട്ട് ഉത്തര കേരളത്തിൽ കണ്ടുവരുന്നത്, അതായത് ഓണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ വീട്ടിലെത്തുന്ന ഒരു തെയ്യമുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണത്തേക്ക് വരവേൽക്കുന്നതിന് വേണ്ടി വടക്കൻ കേരളത്തിലൊക്കെ വീടുകളിലൊക്കെ എത്തുന്ന ഒരു തെയ്യമുണ്ട്. ആ തെയ്യത്തിൻ്റെ പേരെന്താണ്? ഓണപ്പൊട്ടനാണ്. ഓക്കെ, ഓണത്തപ്പനല്ല, ഓണപ്പൊട്ടനാണ്, അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് ഓണപ്പൊട്ടൻ. എന്താണ്? ഓണപ്പൊട്ടൻ. ഓക്കെ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. ഓക്കെ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. ഓണവുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിലൊക്കെ കണ്ടുവരുന്ന തെയ്യം ഏതാണ്? അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലൊക്കെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന തെയ്യത്തിൻ്റെ പേരാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയും. ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അപ്പോൾ എന്താണ് ഈ ഓണപ്പൊട്ടൻ എന്ന് പറയാൻ കാരണം? അതായത് ഇങ്ങനെ ഓർത്ത് വയ്ക്കണം, വടക്കൻ കേരളത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട സംസാരിക്കാത്ത തെയ്യമാണ് ഏതെന്ന് പറയുന്നത്? ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. ഈ തെയ്യം സംസാരിക്കൂല, പക്ഷേ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ വടക്കൻ കേരളത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നൊരു തെയ്യമാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അപ്പോൾ ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ ഏത് നൃത്തരൂപമാണ്? ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ഏത് നൃത്തരൂപമാണ്? അത് തെയ്യമാണ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട ഒരു തെയ്യത്തിൻ്റെ പേരാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അടുത്ത ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട ഒരു തുള്ളലുണ്ട്. ഓക്കെ, ഓണവുമായി ബന്ധപ്പെട്ട ഒരു തുള്ളലാണ് വേലൻ തുള്ളൽ എന്ന് പറയും. എന്തെന്ന് പറയും? വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ. ഓക്കെ, വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണം തുള്ളൽ. ഓക്കെ, വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണാഘോഷമാണ്. നമുക്ക് ഓണത്തുള്ളൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, വാക്കിൽ നിന്ന് തന്നെ കിട്ടും ഓണവുമായി ബന്ധപ്പെട്ടതാണെന്ന്. പക്ഷേ നിങ്ങൾ ഈ മുകളിൽ എഴുതിയ വാക്ക് പഠിച്ചു വെക്കണം, വേലൻ തുള്ളൽ. ഓക്കെ, തുള്ളലിൻ്റെ പേരെന്താണ്? വേലൻ തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണവുമായി ബന്ധപ്പെട്ടതാണ്. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്, അത് ഓണമാണ്. പക്ഷേ ഓണത്തുള്ളൽ നമുക്ക് കിട്ടും, ഓണം എന്ന് പറയുന്നൊരു വാക്ക് അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ മുകളിലത്തെ അത് കിട്ടൂല. വേലൻ തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം 2 പോയിന്റാണ് പറഞ്ഞത്. ഓണവുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന തെയ്യത്തിൻ്റെ പേരെന്താണ്? അതാണ് ഓണേശ്വരൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ എന്ന് പറയും. ഓക്കെ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയുന്ന ഒരു തെയ്യമാണ്. അത് വടക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു തെയ്യമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു തെയ്യമാണ്. നെക്സ്റ്റ് രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ് ആയിരുന്നു ഒരു നൃത്തമെന്ന് പറയുന്നത്. ആ നൃത്തത്തിൻ്റെ പേരാണ് വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ എന്ന് പറയും. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അത്തമൊക്കെ ഇടാറുണ്ട്. എല്ലാവരും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഓണത്തിന് അല്ലെങ്കിൽ ഓണപരിപാടിയുടെ പ്രധാന ഒരു ഭാഗമാണല്ലോ ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തപ്പൂക്കളം ഇടുന്ന സമയത്ത് അതിലൊക്കെ നമുക്ക് 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഏറ്റവും വലിയ അത്തമിടുന്നത് ഏത് ദിവസമാണ്? ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തമിടുന്നത് ഏത് ദിവസമാണ്? ഓക്കെ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തമിടുന്നത് ഏത് ദിവസമാണ്? പറഞ്ഞു. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഓക്കെ ഏറ്റവും വലിയ അത്തമിടുന്നത് പലരും പറഞ്ഞു തിരുവോണം എന്ന് പറഞ്ഞു. ഓക്കെ, പലരും തിരുവോണമാണ് പറഞ്ഞത്, പക്ഷേ തിരുവോണം അല്ല. ആൻസർ തിരുവോണമല്ല. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തമിടുന്നത് ഏത് നാളിലാണെന്ന് ചോദിച്ചാൽ അത്തം 10 തിരുവോണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തമിടുന്നത് ഏത് നാളിലാണെന്ന് ചോദിച്ചാൽ അവിടെ റുക്സാന പറഞ്ഞതാണ് കറക്റ്റ്. അത് ഉത്രാടം നാളിലാണ്. അതേതാണ്? അത് ഉത്രാടം നാളിലാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പൂക്കളം ഇടുന്നത് ഏത് നാളിലാണെന്ന് ചോദിച്ചാൽ അത് ഉത്രാടം നാളിലാണ്. അത് ഏത് നാളിലാണ്? അത് ഉത്രാടം നാളിലാണ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത്, നമ്മൾ സാധാരണ അത്തപ്പൂക്കളം ഏത് ഷേപ്പിലാണ് ഇടുന്നത്? സാധാരണഗതിയിൽ അത്തപ്പൂക്കളം ഏത് ഷേപ്പിലാണ് ഇടുന്നത്?
സർക്കിളാണ് അല്ലെങ്കിൽ റൗണ്ടാണ്. പക്ഷേ ഒരു നാളിൽ എന്ത് ചെയ്യണം? ചതുരാകൃതിയിൽ അത്തപ്പൂക്കളം ഇടണം. ഒരു നാളിൽ ചതുരാകൃതിയിൽ വേണം അത്തപ്പൂക്കളം ഇടാൻ. അത് ഏത് നാളിലാണ്? അതായത് നമ്മൾ ഒരു നാളിൽ ചതുരാകൃതിയിൽ വേണം അത്തപ്പൂക്കളം ഇടാനുള്ളത്. ആ നാൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂലം നാളിലാണ്. അത് ഏത് നാളിലാണ്? അത് മൂലം നാളിലാണ്. ഓക്കെ, 2 ക്വസ്റ്റ്യനാണ് പറഞ്ഞത്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തപ്പൂക്കളം ഇടേണ്ടത് ഏത് നാളാണെന്ന് ചോദിച്ചാൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ അത്തപ്പൂക്കളം ഇടേണ്ടത് ഏത് നാളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രാടം നാളിലാണ്. ഓണാഘോഷത്തിന് ചതുരം നാളിൽ അത്തപ്പൂക്കളം ഇടേണ്ടത് ഏത് നാളിലാണ്? ടൈപ്പിലുള്ള അത്തപ്പൂക്കളം ഇടേണ്ടത് ഏത് നാളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂലം നാളിലാണ്. അത് ഏത് നാളിലാണ്? മൂലം നാളിലാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നു. ആദ്യത്തെ ദിവസം അത്തപ്പൂക്കളം ഇടുമ്പോൾ സാധാരണഗതിയിൽ ഒരു കളർ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അത്തപ്പൂക്കളം ഇടുമ്പോൾ ആദ്യത്തെ ദിവസം അത്തപ്പൂക്കളം ഇടുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കളർ ഉപയോഗിക്കാൻ പാടില്ല. അതേതാണ് കളർ? നമ്മൾ സാധാരണഗതിയിൽ അത്തപ്പൂക്കളം ഇടുന്ന സമയത്ത് ആദ്യ ദിവസം അത്തപ്പൂക്കളത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കളർ ഉപയോഗിക്കാൻ പാടില്ല. ആ കളറാണ് ചുമപ്പെന്ന് പറയുന്നത്. ഓക്കെ, ചുവപ്പ്, നമ്മുടെ റെഡ് എന്ത് ചെയ്യാൻ പാടില്ല? അത്തപ്പൂക്കളത്തിൽ ആദ്യത്തെ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. നെറ്റ് പോയല്ലേ? ഓക്കെ ഓക്കെ, ഇപ്പം കേൾക്കുന്നുണ്ടല്ലോ. ഹലോ, ഇപ്പം കേൾക്കുന്നുണ്ടോ? ഓക്കെ, അത് നെറ്റ് പോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അത്തപ്പൂക്കളം ഇടുന്ന സമയത്ത് ആദ്യത്തെ ദിവസം അത്തപ്പൂക്കളം ഇടുമ്പോൾ ഒരു കളർ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഏതാണ് കളറെന്ന് ചോദിച്ചാൽ അതാണ് റെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ചുവപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യവും കൂടെ പറയാം. നമ്മൾ ഈ സാധാരണ അത്തപ്പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാം. ഓക്കെ, അത്തപ്പൂക്കളത്തിൽ എന്ത് ചെയ്യാം? ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാം. അത് ഏത് നാൾ മുതലുള്ള അത്തപ്പൂക്കളത്തിലാണെന്ന് ചോദിച്ചാൽ ചോതി നാളാണ്. ഓക്കെ, അതേത് നാളാണ്? ചോതി നാളാണ്. നമ്മൾ 4 പോയിന്റ് പറഞ്ഞു. അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് 4 പോയിന്റാണ് പറഞ്ഞത്. ഈ 4 പോയിന്റാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്തപ്പൂക്കളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആകൃതിയിൽ അത്തപ്പൂക്കളം ഇടുന്നത് ഏത് നാളിലാണ്? ഏറ്റവും വലിയ ആകൃതിയിൽ അത്തപ്പൂക്കളം ഇടുന്നത് ഏത് നാളിലാണ്? പറഞ്ഞോ? ഉത്രാടം നാളിൽ. ചതുരാകൃതിയിൽ അത്തപ്പൂക്കളം ഇടുന്നത് ഏത് നാളിലാണ്? ചതുരാകൃതി മൂലം നാളിൽ. ഓക്കെ, നെക്സ്റ്റ് മൂലം നാളിലാണ്. ഓക്കെ, പൂയമല്ല, മൂലം നാളിലാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞത് ആദ്യ ദിവസം അത്തപ്പൂക്കളം ഇടുമ്പോൾ ഒരു കളർ ഉപയോഗിക്കാൻ പാടില്ല. അത് ഏതാണ് കളർ? അത് റെഡാണ്. ലാസ്റ്റ് പറഞ്ഞത് ചെമ്പരത്തിപ്പൂവ് എന്ന് തൊട്ട് ഉപയോഗിക്കാം? അത് ചോതി നാൾ തൊട്ട് ഉപയോഗിക്കാം. നമ്മൾ പറയും ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം എന്ന് പറയും. ചതയം എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? ചതയമെന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? ചതയമെന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. ഓക്കെ, ചതയമെന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. എന്തെന്ന് പറയുന്നത്? ചതയമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ചതയം ആരുടെ ജന്മദിനമാണ്? അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. എന്തെന്ന് പറയുന്നത്? ചതയമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും പോയിന്റ് ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പറയുന്ന കാര്യം ഓക്കെയാണോ? അത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ കേരളത്തിൽ എന്താണ്? ഓണത്തിന് അവധിയുണ്ട്. ഓക്കെ, ഓണത്തിന് നമുക്ക് കേരളത്തിലൊക്കെ അവധി കിട്ടും. ഈ കേരളം പോലെ ഓണം അവധി നൽകിയ മറ്റൊരു സംസ്ഥാനമുണ്ട്. കേരളം പോലെ ഓണം പൊതു അവധിയായി പ്രഖ്യാപിച്ച വേറൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. കേരളം പോലെ ഓണത്തെ പൊതു അവധിയായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശമല്ല, മറ്റൊരു സംസ്ഥാനമുണ്ട്. ഇന്ത്യയിൽ ആകെ എത്ര സംസ്ഥാനമുണ്ട്? 28. എത്ര കേന്ദ്രഭരണ പ്രദേശമുണ്ട്? യൂണിയൻ ടെറിട്ടറി എത്ര ഉണ്ട്? അത് 8ആണ്. ഓക്കെ, 28 സംസ്ഥാനം, 8 കേന്ദ്രഭരണ പ്രദേശവും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് നിങ്ങൾ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ പേര് ന്യൂസിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ മലയാള ന്യൂസ് ചാനലിലും ഈ സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. കേരളത്തെ കൂടാതെ ഓണം പൊതു അവധി ദിവസമായുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം എല്ലാ ന്യൂസിലും ഈ സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ന്യൂസ് കണ്ട ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ ദിവസം?
ഇല്ല, ആരും ടി വിയില്ല അല്ലെങ്കിൽ വേറെ ഒന്നില്ല ന്യൂസ് കണ്ടതേ. നമ്മൾ പഠിക്കുക മാത്രമാണ്, നമ്മൾ ഫുൾ ടൈം പഠിക്കുന്നതുകൊണ്ട് ന്യൂസൊന്നും കാണുന്നില്ല. ഓക്കെ, തമിഴ്നാടല്ല. ഓണത്തെ കേരളത്തെ കൂടാതെ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് മിസോറാം എന്ന് പറയും. ഓക്കെ, മിസോറാം. ഇന്ന് മിസോറാമിൽ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണ്, അതിൻ്റെ വോട്ടെണ്ണമാണ്. അതുകൊണ്ട് എല്ലാ ന്യൂസിലും മിസോറാമിനെ കുറിച്ചുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം പറഞ്ഞ പോയിന്റ് ഇതാണ്, ഓണത്തിന് കേരളത്തെ കൂടാതെ പൊതു അവധിയായുള്ള സംസ്ഥാനം. ഓക്കെ, അതായത് കേരളമല്ലാതെ ഓണത്തിന് പൊതു അവധിയുള്ള മറ്റൊരു സംസ്ഥാനം ഏതാണ്? അതേതാണ്? പറഞ്ഞോ, അതേതാണ്? മിസോറാം. ഓക്കെ, ഇന്നലെ മിസോറാം അല്ല വോട്ടെണ്ണൽ ഉണ്ടായിരുന്നു. ഇന്നലെ വേറെ 4 സംസ്ഥാനങ്ങളിലായിരുന്നു, ഇന്ന് മിസോറാമിൽ വോട്ടെണ്ണലുണ്ട്. ഓക്കെ, ഇന്നലെ വേറെ 4 സംസ്ഥാനമായിരുന്നു, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, ഈ 4 സംസ്ഥാനമായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? കേരളം എന്ത് ചെയ്യുന്നു? കേരളത്തെ കൂടാതെ ഓണത്തിന് പൊതു അവധിയുള്ള സംസ്ഥാനം ഏതാണ്? കേരളത്തിനെ കൂടാതെ ഓണത്തിന് പൊതു അവധിയുള്ള സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. അതേതാണ്? അത് മിസോറാമാണ്. ഓക്കെ ആണല്ലേ? അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് എഴുതിയതിന് ശേഷം നമുക്കിനി ഓണവുമായി ബന്ധപ്പെട്ട 1-2 കൃതികളും കൂടെയാണ് വരുന്നത്. ആ കൃതികളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ ടോപ്പിക്ക് അങ്ങ് തീരും. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ഓണം. ഓക്കെ, ഓണമാണ് പറയുന്നത്, എഴുതിക്കോ. ഓണം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. ഓണമെന്ന് ഹെഡിങ് കൊടുത്തിട്ട് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത പോയിന്റ്, ചിങ്ങമാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. 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 ഓക്കെ, അടുത്ത പോയിന്റ്, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു. ഓക്കെ, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു. എഴുതിയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്, ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പുത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പുത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പുത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പുത്സവമാണ് ഓണം. ഓക്കെ, എഴുതിയ. ചിങ്ങമാസത്തിലെ ഒരു വിളവെടുപ്പുത്സവമാണ് ഓണം. ഓക്കെ, എഴുതിയോ? ചിങ്ങമാസത്തിലൊരു വിളവെടുപ്പുത്സവമാണ് ഓണം. എഴുതിയ. ഓക്കെ, നെക്സ്റ്റ്, ഓണത്തെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം. 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 ഓണത്തെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം 1961. 1961. 1961. അന്നത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. അന്നത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. ഓക്കെ, എഴുതിക്കോ.
എഴുതി കഴിഞ്ഞു. അടുത്ത പോയിന്റ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമായി വാമനൻ മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യാഗം മഹാവിഷ്ണുവിൻ്റെ അവതാരമായി വാമനൻ മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യാഗം വിശ്വജിത്ത്. ഓക്കെ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യാഗം വിശ്വജിത്ത് എന്ന യാഗം. ഓക്കെ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യാഗമാണ് വിശ്വജിത്ത്. ഓക്കെ, വിശ്വജിത്ത്, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന യാഗമാണ് വിശ്വജിത്ത്. ഓക്കെ, വിശ്വജിത്ത് എന്ന് പറയുന്ന ഒരു യാഗം. ഓക്കെ, അടുത്ത പോയിന്റ്, വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ നൽകരുതെന്ന് മഹാബലിയോട് ഉപദേശിച്ചത് വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ നൽകരുതെന്ന് മഹാബലിയോട് ഉപദേശിച്ചത് ശുക്രാചാര്യൻ. ഓക്കെ, ശുക്രാചാര്യൻ വാമനൻ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ നൽകരുതെന്ന് മഹാബലിയോട് ഉപദേശിച്ചത് ശുക്രാചാര്യൻ. ഓക്കെ, ശുക്രാചാര്യൻ എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്, മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. ഓക്കെ, നെക്സ്റ്റ്, അച്ഛൻ്റെ പേര് വിരോചനൻ. അടുത്തത് പത്നിയുടെ പേര് വിദ്യാവലി. ഓക്കെ, അടുത്ത പോയിന്റ്, മകൻ്റെ പേര് ബാണാസുരൻ. ഓക്കെ, മകൻ്റെ പേര് ബാണാസുരൻ. ഓക്കെ, അടുത്ത പോയിന്റ്, മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. ഡൗട്ട് എന്തുവായിരുന്നു? ഞാൻ കണ്ടില്ല. ഡൗട്ട് ഇവിടെ ആരോ ചോദിച്ചായിരുന്നല്ല, വിദ്യാവലി എന്തോ ഞാൻ വായിച്ചതിനും ഡൗട്ട് അല്ല, ചാറ്റ് പോയായിരുന്നു, അതുകൊണ്ടാണ്. രണ്ടാമത്തെ വിദ്യാവലി, വിദ്യ നമ്മൾ വിദ്യാ സത്പുര എന്ന് എഴുതുന്ന വിദ്യ. ഓക്കെ, വിന്ധ്യാവലി. ഓക്കെ, ഭാര്യയുടെ പേര് വിന്ധ്യാവലി, മകൻ്റെ പേര് ബാണാസുരൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ. എഴുതി കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ്, ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി
ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി മധുരൈ കാഞ്ചി. മധുരൈ കാഞ്ചി രചിച്ചത്, അടുത്ത പോയിന്റ്, മധുരൈ കാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാർ. 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 ഓക്കെ, അടുത്ത പോയിന്റ്, സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെട്ടിരുന്ന പേര്. 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 സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെട്ടിരുന്ന പേര് ഇന്ദ്രവിഴ. സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെട്ടിരുന്ന പേര് ഇന്ദ്രവിഴ. സംഘകാല കൃതികളിൽ ഓണം അറിയപ്പെട്ടിരുന്ന പേര് ഇന്ദ്രവിഴ. ഓക്കെ, അടുത്ത പോയിന്റ്, അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം തൃപ്പൂണിത്തുറ. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശം തൃപ്പൂണിത്തുറ. ഓക്കെ, അടുത്ത പോയിന്റ്, കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത്. കേരളത്തിൽ ഓണാഘോഷം ആരംഭിക്കുന്നത് ഏത് ഘോഷയാത്രയോട് കൂടിയാണ്? 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 തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. കേരളത്തിൽ ഘോഷയാത്ര ആരംഭിക്കുന്നത് ഏത് ഘോഷയാത്രയോട് കൂടിയാണ്? തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര. ഓക്കെ, അടുത്ത പോയിന്റ്, ദേശമറിയിക്കൽ ചടങ്ങ് ഏതാ? ദേശമറിയിക്കൽ ചടങ്ങ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 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 നോക്കി എഴുതിയാ? ദേശമറിയിക്കൽ ചടങ്ങ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അടുത്ത പോയിന്റ്, ചതുരാകൃതിയിൽ അത്തമിടുന്നത് ഏത് നാളിലാണ്? ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത്. ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത് ഏത് നാളിലാണ്? ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത് ഏത് നാളിലാണ്? ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത് ഏത് നാളിലാണ്? ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത് ഏത് നാളിലാണ്? മൂലം നാളിൽ. ഓക്കെ, ചതുരാകൃതിയിൽ പൂക്കളമിടുന്നത് ഏത് നാളിലാണ്? അത് മൂലം നാളിലാണ്. അത് മൂലം നാളിലാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത പോയിന്റ്, ഏറ്റവും വലിയ പൂക്കളം ഏത് നാളിലേതാണ്? 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 ഉത്രാടം നാൾ. ഏറ്റവും വലിയ പൂക്കളം ഏത് നാളിലേതാണ്? ഉത്രാടം നാൾ. ഏറ്റവും വലിയ പൂക്കളം ഏത് നാളിലേതാണ്?
ഉത്രാടം നാൾ. ഏറ്റവും വലിയ പൂക്കളം ഏത് നാളിലേതാണ്? ഉത്രാടം നാൾ. അടുത്ത പോയിന്റ്, പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കുന്നത് ഏത് നാൾ മുതലാണ്? 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 അത് ചോദ്യമാണ്. ചോദ്യനാൾ. അത് ചോദ്യനാളാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്, അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറം. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറം. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറം. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറം ചുവപ്പ്. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിവസം ഉപയോഗിക്കാൻ പാടില്ലാത്ത നിറം ചുവപ്പ്. ഓക്കെ, അടുത്ത പോയിന്റ്, 4-ാം ഓണം ബ്രാക്കറ്റിൽ ചതയം. 4-ാം ഓണം ബ്രാക്കറ്റിൽ ചതയം ആരുടെ ജന്മദിനമാണ്? 4-ാം ഓണം ബ്രാക്കറ്റിൽ ചതയം ആരുടെ ജന്മദിനമാണ്? നാലാം ഓണം അല്ലെങ്കിൽ ചതയം ആരുടെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അത് ശ്രീനാരായണ ഗുരുവാണ്. ഓക്കെ, 4-ാം ഓണം അല്ലെങ്കിൽ ചതയം ആരുടെ ജന്മദിനമാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അടുത്ത പോയിന്റ്, കേരളത്തിനെ കൂടാതെ ഓണത്തിന് അവധിയുള്ള സംസ്ഥാനം. കേരളത്തിനെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം. കേരളത്തെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം. കേരളത്തെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം. കേരളത്തെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം മിസോറാം. മിസോറാം. കേരളത്തെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം മിസോറാം. കേരളത്തെ കൂടാതെ ഓണം അവധിയായുള്ള സംസ്ഥാനം മിസോറാം. ഓക്കെ, അടുത്ത പോയിന്റ്, വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന തെയ്യം. വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന സംസാരിക്കാത്ത 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 തെയ്യം. അത് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അത് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അതാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയും. ഓക്കെ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. അത് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. ഓക്കെ, ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. ഓക്കെ, അടുത്ത പോയിന്റ്, വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയാം. ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന, വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന സംസാരിക്കാത്ത തെയ്യം. വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന സംസാരിക്കാത്ത തെയ്യമാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന സംസാരിക്കാത്ത തെയ്യം. ഓക്കെ, വടക്കൻ കേരളത്തിൽ ഓണത്തിൻ്റെ വരവറിയിച്ചു വരുന്ന സംസാരിക്കാത്ത തെയ്യം അതാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ. എഴുതിയ ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേലൻ തുള്ളൽ അല്ലെങ്കിൽ ഓണത്തുള്ളൽ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെയാണ്. ഓക്കെ, ഇത്ര കാര്യമല്ലേ പറഞ്ഞോളാം. പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് എഴുതാനുണ്ടോ? പറഞ്ഞ പോയിന്റ് ഏതെങ്കിലും എഴുതാനുണ്ടോ? പറഞ്ഞ പോയിന്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്തത് പറയട്ടോ. ഓക്കെ, അടുത്തത് ഒരു വരിയാണ് പറയുന്നത്. ഓക്കെ, ഒരു വരി നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും കെട്ടിയില്ലേ. ഇങ്ങനൊരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും ചാർത്തിയില്ലേ എന്ന് പറയുന്നൊരു വരി. ഓക്കെ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ ഇങ്ങനെയാണ് വരി തുടങ്ങുന്നത്. നമ്മൾ കാണാതെ വരി പഠിക്കണ്ട. ഓണപ്പൂക്കൾ പറിച്ചില്ലേ ഇങ്ങനെ തുടങ്ങുന്ന വരി രചിച്ചതാരാണ്? ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ എന്ന് തുടങ്ങുന്നൊരു വരി രചിച്ചതാരാണ്? ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ ഇങ്ങനെ തുടങ്ങുന്ന വരി രചിച്ചതാരാണ്? പറഞ്ഞോ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ എന്ന് തുടങ്ങുന്ന ഈ വരി രചിച്ച വ്യക്തി ആരാണ്? വേഗം നിങ്ങളെ കമൻറ്റ് വരട്ടെ. ഒരു ഐഡിയ ഇല്ല. അത് ചങ്ങമ്പുഴയാണ്. അതാരാണ്? ചങ്ങമ്പുഴയാണ്. ഓക്കെ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാനെ ചാർത്തില്ലേ എന്നൊക്കെ പറയുന്ന വരി രചിച്ചത് ആരാണ്? അത് ചങ്ങമ്പുഴയാണ്. അതാരാണ്? അത് ചങ്ങമ്പുഴയാണ്. ഓക്കെ ആണല്ല. നെക്സ്റ്റ് പോയിന്റ്, ഞാനൊരു സ്ഥലം പറയാം. ആ സ്ഥലം ഏത് സംസ്ഥാനത്താണ് നിങ്ങൾ പറയണം. സ്ഥലത്തിൻ്റെ പേരാണ് മഹാബലിപുരം. സ്ഥലത്തിൻ്റെ പേരാണ് മഹാബലിപുരം. ഓക്കെ, സ്ഥലത്തിൻ്റെ പേരെന്താണ്? മഹാബലിപുരം. ആ സ്ഥലത്തിൻ്റെ പേരാണ് മഹാബലിപുരം. ഈ മഹാബലിപുരം ഏത് സ്ഥലത്താണ്? ഏത് സംസ്ഥാനത്താണ് മഹാബലിപുരം? മഹാബലിപുരം ഞാനൊരു 4 ഓപ്ഷനും തരാം. നിങ്ങൾ അതിൽ നിന്ന് പറഞ്ഞാൽ മതി. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഓക്കെ, 4 സ്ഥലങ്ങൾ. ഓക്കെ, ഏതാണ്? അത് തമിഴ്നാടാണ്. അതേതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാടാണ്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാടാണ്. ഇവിടെ നമ്മൾ പഠിച്ചു, ആദ്യം ഒരു വരി പഠിച്ചായിരുന്നു. അത് ആരുടെ വരിയാണെന്നാണ് പറഞ്ഞത്? അത് ചങ്ങമ്പുഴയുടെ വരി എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. അത് ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിവിടെ പറയുന്ന കാര്യം ഇതാണ്. ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? പറഞ്ഞോ. കേരളമല്ല, കേരളത്തിലൊരു സ്ഥലം. ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലൊരു സ്ഥലമാണ്. ആ വാക്കിൽ തന്നെ കിട്ടും. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഓണത്തുനാട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഓണത്തുനാട് അല്ലെങ്കിൽ ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. അപ്പം ഈ 3 പേര് പഠിച്ചു വയ്ക്കിയത് 3 ഒരേ സ്ഥലത്തിൻ്റെ പേരാണ്. ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഓണത്തുനാട് അല്ലെങ്കിൽ ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. പക്ഷേ ഇതല്ല നിങ്ങൾ പഠിച്ചു വയ്ക്കാനുള്ളത്. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേരെന്ത്? ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേരെന്ത്? ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ കേരളത്തിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട് എന്നറിയപ്പെടുന്നതാണ് ഓടനാട്. അതിൻ്റെ പഴയ പേരുകളായിരുന്നു ഓണാട്ടുകര അല്ലെങ്കിൽ ഓണത്തുനാട്.
ഈ ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേരാണ് കായംകുളം. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേരെന്താണ്? അത് കായംകുളം എന്നാണ്. ഓക്കെ, ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേരാണ് കായംകുളം. ഇവിടെ നമ്മൾ 2 സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. നെക്സ്റ്റ് പറഞ്ഞ കാര്യമാണ് ഓണത്തുനാട് അല്ലെങ്കിൽ ഓണാട്ടുകരയാണ് ഓണത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ആ സ്ഥലമാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഓടനാട്. പക്ഷേ നിലവിൽ അറിയപ്പെടുന്ന പേരാണ് എന്ത്? കായംകുളം. നിലവിൽ അറിയപ്പെടുന്ന പേരാണ് കായംകുളം. ഓക്കെ ആണല്ല. നെക്സ്റ്റ് നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് കൃതികളിലോട്ട് പോകാം. ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഓണം കേറാമൂല, ഓണം കേറാമൂല മലയാളത്തിലൊരു ശൈലിയാണ്. ഓണം കേറാമൂല എന്ന ശൈലി എന്താണ് അർത്ഥമാക്കുന്നത്? ഓണം കേറാമൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറഞ്ഞു. എത്തിപ്പെടാൻ പാടുള്ളത്. ഓക്കെ, വേറെ ഓണം കേറാമൂല വേറെ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. എത്തിപ്പെടാൻ പാടുള്ളതിന് നമ്മൾ ഓണം കേറാമൂല ഇങ്ങനെ പറയും, കുഗ്രാമം എന്ന് പറയും. ഓക്കെ, ഓണം കേറാമൂല എന്താണ് പറയുന്നത്? കുഗ്രാമ. കറക്റ്റാണ്, ഇവിടെ ആമിനെ പറഞ്ഞത് കറക്റ്റാണ്. ഓണം കേറാമൂല കുഗ്രാമം, അതായത് ഒട്ടും വികസനമൊന്നും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലത്തിന് നമ്മൾ പറയുന്നതാണ് ഓണം കേറാമൂല, അതാണ് കുഗ്രാമം എന്ന് പറയും. ഓക്കെ, അടുത്തത് ഒരു കാര്യവും കൂടെ മലയാളം ഗ്രാമർ പാർട്ടുമായി ബന്ധപ്പെട്ടതാണ്. തിരുവോണം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തിരുവോണം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? തിരുവോണം നിങ്ങളൊന്ന് പിരിച്ചെഴുതിയേ. തിരുവോണം, തിരുവോണം എങ്ങനെ പിരിച്ചെഴുതാം? തിരുവോണം എങ്ങനെ പിരിച്ചെഴുതാം? തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. ഈ തിരുവോണം ഏത് സന്ധ്യയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തിരുവോണം, തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരുവോണം ഏത് സന്ധ്യയാണെന്ന് ചോദിച്ചാൽ അത് ആഗമസന്ധ്യയാണ്. അതേതാണ്? അത് ആഗമസന്ധ്യയാണ്. അത് ആഗമസന്ധ്യയാണ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കണം. തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരുവോണം ഏത് സന്ധ്യയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആഗമസന്ധ്യയാണ്. ഓക്കെ ആണല്ല. അപ്പം ഓണം കേറാമൂല എന്ന് പറഞ്ഞാൽ കുഗ്രാമമാണ്. നെക്സ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? തിരു പ്ലസ് ഓണമാണ് തിരുവോണം. തിരുവോണം ഏത് സന്ധ്യയ്ക്ക് ഉദാഹരണമാണ്? ആഗമസന്ധ്യയ്ക്ക് ഉദാഹരണമാണ്. 1-2 പോയിന്റ് കൂടെ പറയാം. അതായത് നമ്മുടെ 28ാം ഓണം അറിയപ്പെടുന്ന പേരെന്താണ്? 28ാം ഓണം അറിയപ്പെടുന്ന പേര് 28ാം ഓണം അറിയപ്പെടുന്ന പേരെന്താണ്? 28ാം ഓണം അറിയപ്പെടുന്ന പേരാണ് കന്നുകാലി ഓണം. എന്താണ്? 28ാം ഓണം അറിയപ്പെടുന്ന പേരാണ് കന്നുകാലി ഓണം. ഓക്കെ, 28ാം ഓണം അറിയപ്പെടുന്ന പേരാണ് കന്നുകാലി ഓണം. ഓക്കെ, 28ാം ഓണം അറിയപ്പെടുന്ന പേരാണ് കന്നുകാലി ഓണം. 28ാം ഓണം അറിയപ്പെടുന്ന പേരാണ് കന്നുകാലി ഓണം. നെക്സ്റ്റ് ഒരു ഓണവും കൂടിയുണ്ട്, അമ്മായി ഓണം. അമ്മായി ഓണം അറിയപ്പെട്ടത് 2ാം ഓണം. ഓക്കെ, അമ്മായി ഓണം എന്നറിയപ്പെടുന്ന ഏതാണ്? 2ാം ഓണം. അതായത് മുമ്പ് മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടല്ലോ, ഈ മരുമക്കളും അമ്മായിയാണല്ലോ നമ്മളെപ്പോഴും പറയുന്നത്. അങ്ങനെ അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് ഏത് ഓണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2ാം ഓണം. ഓക്കെ, 2 ഓണത്തിൻ്റെ വിശേഷമാണ് പറഞ്ഞത്. കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത് ഏതാണ്? കന്നുകാലി ഓണം 28ാം ഓണം. കന്നുകാലി ഓണം ഏതാണ്? 28ാം ഓണം. അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് ഏതാണ്? അമ്മായി ഓണം 2ാം ഓണം. അമ്മായി ഓണം 2ാം ഓണം. അത് അമ്മായി മരുമോണം 2 പേരുണ്ടെന്ന് ഓർത്താലും മതി, 2ാം ഓണം കിട്ടും. ഓക്കെ, 28ാം ഓണം കന്നുകാലി ഓണം. നെക്സ്റ്റ് ഞാൻ കുറച്ച് കൃതികൾ പറയാം. ആ കൃതികളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീരും. ഇപ്പം നമുക്ക് വള്ളംകളി എന്ന് പറയുന്നത് ഞാൻ 12 വള്ളംകളിയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 17 എണ്ണം പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ വള്ളംകളി അടുത്ത ക്ലാസ് ഒന്ന് പഠിച്ചിട്ട് വരിക. ഓക്കെ, അന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? ആദ്യം ഈ വള്ളംകളി എന്ന് പറയുന്ന ടോപ്പിക്ക് അടുത്തപ്പം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ, ഒരു ഹാൻഡിൻ്റെ ഒരു സ്മൈലി ഇടോ. വള്ളംകളി എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട്? ഓക്കെ, 1 2 പേരേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് എന്തോ അറിയാൻ വയ്യ, ചോദിച്ചു നോക്കാം. ഞാൻ ചോദിച്ചു നോക്കിയിട്ട് പറയാൻ താഴെ. ഓക്കെ, അപ്പം ആ ഒരു ക്ലാസ്സിൽ 12 വള്ളംകളി എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് വള്ളംകളിയും കൂടെ, വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ഒരു 5 വള്ളംകളിയും കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ വള്ളംകളി പഠിച്ചിട്ട് വരണം, വൃത്തിക്ക് പഠിച്ചിട്ട് വരണം. കാരണം എന്നാലേ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ല ഈ റെക്കോർഡല്ല കഴിഞ്ഞ ക്ലാസ്സിന് റെക്കോർഡ് ഉണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഓരോ വള്ളംകളിയും പഠിച്ചിട്ട് വരിക, പഠിപ്പിച്ച 12 വള്ളംകളി. ഓക്കെ,
ആ പഠിപ്പിച്ച് 12 വള്ളംകളിയും ക്ലാസ്സിലുള്ളവർ പഠിച്ചിട്ട് വരിക. ഞാൻ അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് വള്ളംകളിയും നടക്കുന്ന സ്ഥലവും മാത്രം വെച്ചായിരിക്കും പറയുന്നത്. കാരണം പിന്നീടുള്ള 5 എണ്ണവും അങ്ങനെ പറയാനുള്ളതാണ്. അപ്പോൾ ഈ 12 വള്ളംകളിയും ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് പറയാത്തത്. നമുക്ക് ഓണം അങ്ങ് തീർക്കാം. ഒരു 5 കൃതിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം തീർന്നു. ഓക്കെ, അടുത്തതായിട്ട് പറയാൻ പോകുന്ന കൃതിയാണ്, ഒന്നാമത്തെ കൃതിയാണ് പൂക്കളം. ഓക്കെ, ഒന്നാമത്തെ കൃതിയാണ് പൂക്കളം എന്ന് പറയുന്ന ഒരു കവിത. ആരാണ് രചിച്ചതെന്ന് ചോദിച്ചാൽ പി കുഞ്ഞിരാമൻ നായരാണ്. ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, ഒന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? പൂക്കളം എന്ന കവിത രചിച്ചത് ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, പൂക്കളം എന്ന കവിത രചിച്ചത് ആരാണ്? പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? പൂക്കളം നിങ്ങൾ ടൈപ്പ് ചെയ്തിടണേ. പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. രണ്ടാമതായിട്ട് പറയുന്ന കവിതയാണ് ഓണപ്പാട്ടുകാർ. രണ്ടാമത്തെ കവിതയാണ് ഓണപ്പാട്ടുകാർ. ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കവിത രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈലോപ്പിള്ളിയാണ്. അതാരാണ്? വൈലോപ്പിള്ളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൃതികളാണ് പറഞ്ഞത്. ഒന്നാമത്താണ് പൂക്കളം. പൂക്കളം എന്ന കവിത രചിച്ചത് ആരാണ്? അത് പി കുഞ്ഞിരാമൻ നായരാണ്. രണ്ടാമത്തെ കവിതയാണ് ഓണപ്പാട്ടുകാർ. ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കവിത രചിച്ചത് ആരാണ്? അത് വൈലോപ്പിള്ളിയാണ്. ഓക്കെ, നെക്സ്റ്റ് മാവേലി നാട് വാണിടും കാലം. നെക്സ്റ്റ് പറയുന്നതാണ് മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നൊരു കവിത. പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നൊരു കവിത രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നൊരു കവിത രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. നമ്മൾ 3 കവിതയാണ് പറഞ്ഞത്. പൂക്കളം എന്ന് പറയുന്നൊരു കവിത ആര്? പി കുഞ്ഞിരാമൻ നായർ. ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കവിത ആര്? ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. മാവേലി നാട് വാണിടും കാലം. മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നൊരു കവിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. അതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് മഹാബലിക്കൊരു കത്ത്. ഓക്കെ, മഹാബലിക്കൊരു കത്ത് എന്ന് പറയുന്ന ഒരു കൃതി ആരാണ്? മഹാബലിക്കൊരു കത്ത് എന്ന് പറയുന്നൊരു കവിത ആരാണ്? മഹാബലിക്കൊരു കത്ത് എന്ന് പറയുന്നൊരു കവിത. മഹാബലിക്കൊരു കത്ത്. മഹാബലിക്കൊരു കത്ത്. മഹാബലിക്കൊരു കത്ത്. ഓക്കെ, മഹാബലിക്കൊരു കത്ത്. അവർക്കും ഒരു ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു. ഓക്കെ, 2 കവിതയാണ് പറഞ്ഞത്. ഒന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. ഓക്കെ, ആർക്കാണ്? മഹാബലിക്കൊരു കത്ത്. രണ്ടാമത്തത് അവർക്കും ഒരു ഓണമുണ്ടായിരുന്നു. അവർക്കും ഒരു ഓണമുണ്ടായിരുന്നു. അവർക്കും ഒരു ഓണമുണ്ടായിരുന്നു. ഇങ്ങനെ 2 കവിതകൾ. ഇതാരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഇതാരാണ്? അത് വയലാർ രാമവർമ്മയാണ്. 2 കവിതകൾ ടൈപ്പ് ചെയ്തിട്ടോ. മഹാബലിക്കൊരു കത്ത്. ഓക്കെ, മഹാബലിക്കൊരു കത്ത് ആരുടെ കവിതയാണ്? വയലാറിൻ്റെ കവിതയാണ്. ഓക്കെ, മഹാബലിക്കൊരു കത്ത് ആരുടെ കവിതയാണ്? വയലാറിൻ്റെ കവിതയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? അവർക്ക് ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു. അതായത് നമ്മൾ പറയൂലേ അവർക്കും ഓണമുണ്ടെന്ന്, അതുപോലെ അവർക്കും ഓണമുണ്ടായിരുന്നു. അവർക്കും ഓണമുണ്ടായിരുന്നു. അത് വയലാറിൻ്റെ കവിതയാണ്. ഓക്കെ, ലാസ്റ്റ് ഒരേ ഒരു കവിത, ലാസ്റ്റ് കൃതിയാണ് ബലിതർപ്പണം. ഓക്കെ, ലാസ്റ്റ് കൃതിയാണ് ബലിതർപ്പണം എന്ന കവിത ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് അക്കിത്തത്തിൻ്റെ കൃതിയാണ്. ഓക്കെ, ബലിതർപ്പണം എന്ന കവിത ആരുടേതാണ്? അത് അക്കിത്തമാണ്. അത് ആരുടേതാണ്? അത് അക്കിത്തമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കൃതികൾ മാത്രം ഒന്ന് പറയുന്നു. പൂക്കളം ആരുടെ കവിതയാണ്? പൂക്കളം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ്. ഓക്കെ, പൂക്കളം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ്. ഓണപ്പാട്ടുകാർ ആരുടെ കവിതയാണെന്ന് ചോദിച്ചാൽ വൈലോപ്പിള്ളിയുടെ കവിതയാണ് ഓണപ്പാട്ടുകാർ. നെക്സ്റ്റ് പറഞ്ഞത് മഹാബലിക്കൊരു കത്ത് അവർക്കും ഓണമുണ്ടായിരുന്നു. മഹാബലിക്കൊരു കത്ത് അവർക്കും ഓണമുണ്ടായിരുന്നു. ആരുടെ കവിതയാണ്? മഹാബലിക്കൊരു കത്ത് അവർക്കും ഓണമുണ്ടായിരുന്നു. വയലാറിൻ്റെ കവിതയാണ്. മാവേലി നാട് വാണിടും കാലം ആരുടെ കവിതയാണ്? സഹോദരൻ അയ്യപ്പൻ. ലാസ്റ്റ് പറഞ്ഞത് ബലിതർപ്പണം ആരുടെ കൃതിയാണ്? ബലിതർപ്പണം എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കൃതിയാണ് ബലിതർപ്പണം എന്ന് പറയുന്നത്. ഓക്കെ, ബലിതർപ്പണം എന്ന് പറയുന്ന ആരുടെ കൃതിയാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? പോയിട്ട് ഓണം കഴിഞ്ഞിട്ടുണ്ട്, പോയിട്ട് ഈ ടോപ്പിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വായിച്ച് നോക്കണം. ഓക്കെ, എഴുതിക്കോ. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം
ഏത് സംസ്ഥാനത്താണ്? മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ്. ഓണം കേറാമൂല എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? 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 കുഗ്രാമം. ഓക്കെ, ഒന്നാമതായിട്ട് പറഞ്ഞത് ഇതായിരുന്നു. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? രണ്ടാമത്തത് ഓണം കേറാമൂല എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? കുഗ്രാമം. ഓക്കെ, അടുത്ത പോയിന്റ്. ഓണത്തിൻ്റെ നാട്, ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാട്. 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 അതാണ് ഓണത്തുനാട് അല്ലെങ്കിൽ ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. ഓണത്തുനാട് അല്ലെങ്കിൽ ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. ഓക്കെ, അപ്പോൾ ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാടാണ് ഓണത്തുനാട്, ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. ഓക്കെ, എഴുതിയെത്തിയ ഓണത്തിൻ്റെ നാട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഐശ്വര്യം വിളിച്ചോതുന്ന നാടാണ് ഓണത്തുനാട്, ഓണാട്ടുകര അല്ലെങ്കിൽ ഓടനാട്. ഓക്കെ, നെക്സ്റ്റ്. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേര് കായംകുളം. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേര് കായംകുളം. ഓക്കെ, ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേര് കായംകുളം. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേര് കായംകുളം. ഓടനാട് നിലവിൽ അറിയപ്പെടുന്ന പേര് കായംകുളം. ഓക്കെ, അടുത്തത് എഴുതിക്കോ. തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണം. തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണമാണ്. ഓക്കെ, തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണമാണ്. ഓക്കെ, തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണം. താഴെ ആഗമസന്ധി. തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണം. താഴെ ആഗമസന്ധി. തിരുവോണം പിരിച്ചു കഴിഞ്ഞാൽ തിരു പ്ലസ് ഓണം. താഴെ ആഗമസന്ധി. ഓക്കെ, എഴുതിയ. നെക്സ്റ്റ് പോയിന്റ്. കന്നുകാലി ഓണം. കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത്, കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത് 28-ാം ഓണം. ഓക്കെ, കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത് 28-ാം ഓണം. കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത് 28-ാം ഓണം. അടുത്തത് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് 2-ാം ഓണം. അടുത്തത് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് 2-ാം ഓണം. അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് 2-ാം ഓണം. അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് 2-ാം ഓണം. കന്നുകാലി ഓണം എന്നറിയപ്പെടുന്നത് 28-ാം ഓണം. അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് 2-ാം ഓണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് കൃതികളാണ്. അടുത്തത് കൃതികളെന്ന് എഴുതിക്കോ. കൃതികൾ, ഓണവുമായി ബന്ധപ്പെട്ട കൃതികളാണ് പറയുന്നത്. കൃതികളെന്ന് എഴുതിയിട്ട് എഴുതിക്കോ. കൃതികൾ. ഒന്നാമത്തത് പൂക്കളം. ഒന്നാമത്തത് പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. ഒന്നാമത്തത് പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. ഒന്നാമത്തത് പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. ഒന്നാമത്തത് പൂക്കളം പി കുഞ്ഞിരാമൻ നായർ. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. രണ്ടാമത്തത് ഓണപ്പാട്ടുകാർ വൈലോപ്പിള്ളി. ഓക്കെ, മൂന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. മൂന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. മൂന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. മൂന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. അവർക്കും ഓണമുണ്ടായിരുന്നു. മൂന്നാമത്തത് മഹാബലിക്കൊരു കത്ത്. അവർക്കും ഓണമുണ്ടായിരുന്നു. മഹാബലിക്കൊരു കത്ത്. അവർക്കും ഓണമുണ്ടായിരുന്നു. മഹാബലിക്കൊരു കത്ത്. അവർക്കും ഓണമുണ്ടായിരുന്നു. അത് വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ. അടുത്തത് ബലിതർപ്പണം. അടുത്തത് ബലിതർപ്പണം. അടുത്തത് ബലിതർപ്പണം. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്തത് ബലിതർപ്പണം.
അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓക്കെ, അടുത്തത് മാവേലി നാട് വാണിടം കാലം എഴുതിയായിരുന്ന മാവേലി നാട് വാണിടം കാലം. മാവേലി നാട് വാണിടം കാലം സഹോദരൻ അയ്യപ്പൻ. 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 ഓക്കെ, അടുത്ത വരികൾ എഴുതിക്കോ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ, നീ ഓണക്കോടി ഉടുത്തില്ലേ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ, നീ ഓണക്കോടി ഉടുത്തില്ലേ. ഓണപ്പൂക്കൾ പറിച്ചില്ലേ, നീ ഓണക്കോടി ഉടുത്തില്ലേ. പൊന്നിൻ ചിങ്ങം വന്നിട്ടും, പൊന്നിൻ ചിങ്ങം വന്നിട്ടും, പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും കെട്ടിയില്ലേ. പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും കെട്ടിയില്ലേ. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ. ഓക്കെ, ആരുടെ വരികളാണ്? പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും കെട്ടിയില്ലേ. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ. ഓക്കെ, ഓണപ്പൂക്കൾ പറിച്ചില്ലേ, നീ ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും മിന്നും മാലയും കെട്ടിയില്ലേ. ആരുടെ വരികളാണ്? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ, എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇത് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റും എഴുതിയായിരുന്നല്ല. ഓക്കെ, അപ്പം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഓണം ഒന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ 2 അവാർഡ് പറഞ്ഞായിരുന്നു, എഴുത്തച്ഛൻ അവാർഡും വള്ളത്തോൾ പുരസ്കാരവും. ഓക്കെ, വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? വള്ളത്തോൾ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? വേഗം പറഞ്ഞു, വേഗം പറഞ്ഞു. വള്ളത്തോൾ പുരസ്കാരം ഓക്കെ 1,11,111. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം, വള്ളത്തോൾ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 1991. എഴുത്തച്ഛൻ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ഏതാണ്? 93 ആണ്. ഓക്കെ, അടുത്തത് 2023 31ാമത് എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ്? 2023 31ാമത് എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ്? എസ് കെ വസന്തനാണ്. എസ് കെ വസന്തനാണ്. ഓക്കെ, നെക്സ്റ്റ് ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നേടിയതാരാണ്? ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം, ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നേടിയതാരാണ്? വള്ളത്തോൾ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് പാലാ നാരായണൻ നായരാണ്. ആരാണ്? പാലാ നാരായണൻ നായരാണ്. ഓക്കെ, നെക്സ്റ്റ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം, ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഓക്കെ, ഇത് രണ്ടും ആദ്യമായിട്ട് നേടിയ വനിത ചോദിച്ചാൽ അത് ബാലാമണി അമ്മ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും ആദ്യമായിട്ട് നേടിയ വനിത ബാലാമണി അമ്മ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മധുരൈ കാഞ്ചി രചിച്ചതാരാണ്? മധുരൈ കാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാറാണ്. മാങ്കുടി മരുതനാർ, മാങ്കുടി മരുതനാർ. ഓക്കെ, അടുത്ത സംഘകാല കൃതികളിൽ ഓണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സംഘകാല കൃതികളിൽ ഓണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മാങ്കുടി മരുതനാർ നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത പോയിന്റാണ്. ഓക്കെ, ഓണം അറിയപ്പെടുന്ന ഇന്ദ്രവിഴ എന്നാണ്. ഓക്കെ, ഇന്ദ്രവിഴ. ഓക്കെ, ഓണം സംഘകാല കൃതികളിൽ അറിയപ്പെടുന്ന ഇന്ദ്രവിഴ എന്നാണ്. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം, അത്തച്ചമയത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ സ്ഥലം ഏതാണ്? തൃപ്പൂണിത്തുറയാണ്. ഓക്കെ, തൃപ്പൂണിത്തുറയാണ്. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം 1961. മുഖ്യമന്ത്രി ആരാണ്? മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. ഓക്കെ, മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. പൂക്കളം എന്ന കവിത രചിച്ചതാരാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൂക്കളം എന്ന കവിത രചിച്ചതാരാണ്? പൂക്കളം എന്ന കവിത രചിച്ചതാരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. മാവേലി നാട് വാണിടും കാലം, മാവേലി നാട് വാണിടും കാലം എന്ന കവിത രചിച്ചതാരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ആണ്. മാവേലി നാട് വാണിടും കാലം എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ? എല്ലാം പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ? സെറ്റാണല്ലോ? ഓക്കെ ആണ്, എല്ലാം മനസ്സിലായില്ല?
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക. കാരണം ഈ കലാ, സംസ്കാരം, സാഹിത്യം, കായികം എന്ന് പറയുന്ന ഒരു ടോപ്പിക് 4 ടോപ്പിക്കുണ്ട് 5 മാർക്കിനാണ്. വളരെ ബോറ് സാധനമാണ്, നമുക്ക് ഒരുമിച്ചൊന്നും പഠിച്ചാൽ മനസ്സിലാവത്തുമില്ല. അതുകൊണ്ടാണ് ഒരു ടോപ്പിക്ക് സാഹിത്യവും ഒരു ടോപ്പിക്ക് നമ്മുടെ ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടതൊക്കെ എടുക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാലും ബോറായി പോകും, കുറേ പഠിച്ചാലും 5 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കിൽ ഒരു 10 പോയിൻറ്റോ 5 പോയിൻറ്റ് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വായിച്ച് വെക്കുക. കാരണം എക്സാം വരെയും ഇങ്ങനെ ഒരുമിച്ച് പഠിക്കാതെ ഒരു 5 10 പോയിൻറ്റ് ഡെയിലി എന്ത് ചെയ്യുക, വായിച്ച് പോകുക. അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇനി നമുക്ക് കലാരൂപങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ഇത്തിരി നല്ല ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഓക്കെ ആണല്ലോ, നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ.